Hello students, in this class we will discuss the paper Economic History of Modern India. The first module is Indian Trade and European Companies. So in this chapter, first we will discuss the term mercantilism. So what is mercantilism? Mercantilism is a system of commercial capitalism, of merchant capitalism, which was introduced in different parts of the world during the period of 1500 to 1750 AD. അപ്പോൾ ഏതാണ്ട് 16-17 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസമാണ്, ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള മുതലാളിത്ത രീതിയെയാണ് നമ്മൾ മെർക്കന്റിലിസം എന്ന് പറയുന്നത്. The term mercantilism was coined by Adam Smith. Mercantilism had different meanings and connotations in different countries. In Germany, mercantilism was called Cameralism. In France, it was called Colbertism. And in England, the system was called Mercantilism. അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥ, വാണിജ്യാടിസ്ഥാനത്തിൽ മൂലധനം സമാഹരിക്കുകയും അത് വാണിജ്യത്തിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് കൂടുതൽ പണം ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു രീതിയെയാണ്, ഒരു സിസ്റ്റം ഓഫ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസത്തെയാണ് നമ്മൾ മെർക്കന്റിലിസം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ടേം മെർക്കന്റിലിസം വാസ് കോയിൻഡ് ബൈ ആഡം സ്മിത്ത്. മെർക്കന്റിലിസത്തിന് പല രാജ്യങ്ങളിലും പല പേരാണ്, പല എഫക്റ്റുമായിരുന്നു പല രാജ്യങ്ങളിലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സോ ഇൻ ജർമ്മനി ഇറ്റ് വാസ് കോൾഡ് കാമറലിസം, and in France Colbertism, and in England Mercantilism. It is a set of doctrines advocating the accumulation of gold and silver, favorable foreign trade balance, increase in state power and prosperity of the nation. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് അടിസ്ഥാന ആശയങ്ങൾ കൂടി ചേർന്നതാണ് മെർക്കന്റിലിസം. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. അന്ന് ധാരാളം വാണിജ്യാടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്തിരുന്ന സ്വർണം, വെള്ളി, അങ്ങനെയുള്ള അമൂല്യമായിട്ടുള്ള ലോഹങ്ങൾ, ആ ലോഹങ്ങളുടെ അക്യുമുലേഷൻ, അതുപോലെ തന്നെ ഫേവറബിൾ ഫോറിൻ ട്രേഡ് ബാലൻസ്, ഫേവറബിൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡ് ബാലൻസ് രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കുക, ഇൻക്രീസ് ഇൻ സ്റ്റേറ്റ് പവർ, അതുവഴി ഇക്കോണമിക്സ് സ്റ്റെബിലിറ്റി വഴി അല്ലെങ്കിൽ പ്രോഗ്രസ് വഴി ശക്തമായ ഒരു രാജ്യം പടുത്തുയർത്തുക, നിലനിർത്തുക, ആൻഡ് ദ പ്രോസ്പെരിറ്റി ഓഫ് ദ നേഷൻ, അതുപോലെ തന്നെ ആ ദേശത്തിൻ്റെ സമ്പന്നതയും സമ്പദ് സമൃദ്ധമായ ഒരു രാജ്യം ഉണ്ടാക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്ന ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സ്ട്രാറ്റജിയെ വിളിക്കുന്ന പേരാണ് മെർക്കന്റിലിസം. 16, 17, 18 നൂറ്റാണ്ടുകളിലാണ് മെർക്കന്റിലിസം നിലനിന്നിരുന്നത്. മെർക്കന്റിലിസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാനുള്ള കാരണം, ഈ കാലഘട്ടത്തിൽ ബ്രിട്ടൻ ഇന്ത്യയുമായി, കോളനിയായിരുന്ന ഇന്ത്യയുമായി ഡീൽ ചെയ്തിരുന്നത് ഈ ഒരു പ്രത്യേക രീതിയിലുള്ള വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ക്യാപിറ്റലിസത്തിൻ്റെ ഒഴുക്കിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിസം, ഈ പ്രത്യേക രീതിയിലുള്ള ക്യാപിറ്റലിസമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസമായിട്ടുള്ള മെർക്കന്റിലിസത്തെക്കുറിച്ച് പഠിക്കുന്നത്. It is also defined as the economic counterpart of political nationalism. It is a system of restrictive trade practices and is called a system of protectionism. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രൊട്ടക്ഷനിസം ഉണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, മറ്റൊരു രാജ്യത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായാലും സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വാണിജ്യ ബന്ധങ്ങളാണ് മെർക്കന്റിലിസത്തിൽ ഉപയോഗിച്ചിരുന്നത്. According to Heyman, mercantilism is the ideological justification of commercial capitalism. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള ന്യായവൽക്കരണത്തെയാണ് നമ്മൾ മെർക്കന്റിലിസം എന്ന് വിളിക്കുന്നത്. മെർക്കന്റിലിസം ഇൻ ഫാക്ട് ഇസ് ദ സ്റ്റാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കുത്തകവൽക്കരണത്തെ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഒരു തരത്തിലുള്ള മെർക്കന്റിലിസമായിട്ട് മാറുന്നു. So factors responsible for the growth of mercantilism.
we have different factors. The first one is economic factor. The market economy was developing rapidly. So ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് എക്കോണമി, ഒരു മാർക്കറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ, ശക്തമായി വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ is responsible for the growth of mercantilism. Agriculture was being replaced by trade and commerce. അതുപോലെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ കൃഷി മേഖലയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞു വരികയും ആ സ്ഥാനം ട്രേഡും കൊമേഴ്സും കൈയടക്കി വരുന്ന ഒരു പ്രവണതയാണ് ഉണ്ടെങ്കിൽ it will also contribute to the growth of mercantilism. It was necessary to expand the use of money. കൂടുതൽ ശക്തമായിട്ടുള്ള monetization, exchange and circulation of money, increasing the exchange and circulation of money. അങ്ങനെ വരുമ്പോഴും it is going to support mercantilism. Feudalism was being replaced by commercial capitalism. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ 1600 AD, അതിന് മുൻപുള്ള കാലഘട്ടം ഏതാണ്ട് ഫ്യൂഡലിസം അവസാനിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഫ്യൂഡലിസം തകർന്നു പോവുകയും കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസം, ഒരുപാട് ഭൂമിയും മറ്റ് പാരമ്പര്യ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഏറ്റവും ശക്തരായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഫ്യൂഡലിസം. ആ ഫ്യൂഡലിസത്തിൽ നിന്ന് പതുക്കെ മാറി അത് കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസത്തിലേക്ക് വരുന്നു. കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾ വരികയും അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ, അത് നിലനിൽക്കുന്നൊരു ശക്തമായ സമ്പദ് വ്യവസ്ഥ ഉണ്ടായി വരുന്നു. അതിനാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോ ഫ്യൂഡലിസം വാസ് റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസം ആൻഡ് ദിസ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസം supported the growth of mercantilism. The feudal society was rapidly breaking up and the commercial system was gradually evolving. അപ്പോൾ ആ ഒരു ഫ്യൂഡൽ വ്യവസ്ഥ പതുക്കെ തകർന്നു പോവുകയും ഒരു കൊമേഴ്ഷ്യൽ സിസ്റ്റം, ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ള സമ്പദ് വ്യവസ്ഥ ഉണ്ടായി വരികയും ചെയ്തു. It also supported the mercantilism. All these required a commercial system using money. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വാല്യൂ എപ്പോഴും ഒരു പണം അങ്ങനെ ഒരു ടോക്കണിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ all these required a commercial system using money. അപ്പോൾ പണത്തിൻ്റെ സർക്കുലേഷൻ കൂടുന്നു, പണത്തിൻ്റെ സ്വീകാര്യത കൂടുന്നു, അതുകൊണ്ട് തന്നെ പണത്തിലുള്ള നിക്ഷേപിക്കാനുള്ള വിശ്വാസം ആളുകൾക്ക് കൂടുന്നു. അപ്പോൾ ശക്തമായ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആവശ്യമുണ്ട്. ഈ സമ്പദ് വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആവശ്യമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റം എല്ലാം തകർന്ന ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം കടന്നു വരുന്നു. ഇതൊക്കെയാണ് മെർക്കന്റിലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. Then we have political factors. Feudalism was superseded by the formation of nation states in many countries. ഇപ്പോൾ യൂറോപ്പിലെ പ്രധാനമായിട്ടും ഫ്യൂഡലിസം തകർന്നു വരികയും അതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ദേശരാഷ്ട്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഫ്യൂഡലിസം എന്ന് പറയുന്നൊരു സംഗതി തകർന്നു പോയി കൂടുതൽ ആളുകൾ ഈ വാണിജ്യത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. These countries required a strong government. So these countries were actually in need of a strong government. They wanted to have a strong government because ഒരു സ്ട്രോങ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രേഡ് നടക്കുകയുള്ളൂ. ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഫോർ എക്സാമ്പിൾ കൊള്ളക്കാർ, അതുപോലെ തന്നെ മറ്റ് ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുന്ന ആളുകൾ, വാറ്, അപ്പോൾ ഇതൊക്കെ ഇല്ലാതെയാക്കണമെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ സ്ട്രോങ് ഗവൺമെൻറ്. സോ എ സ്ട്രോങ് ഗവൺമെൻറ് was also responsible for the growth of mercantilism. The mercantilists required protection under strong kings. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഈ വാണിജ്യം നടത്തുന്ന ആളുകൾ, വലിയ വ്യാപാരികൾ, വലിയ സമ്പന്നരായ വ്യാപാരികൾക്ക് they need to protect their money and their mercantile. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രാജാക്കന്മാരാണ്. അപ്പോൾ നേരത്തെ ഫ്യൂഡലിസം നിലനിന്നിരുന്ന സമയത്ത് രാജാവിൻ്റെ പവർ വളരെ വളരെ കുറവായിരുന്നു. അതിങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്ത് ഡെലിഗേറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ബട്ട് വെൻ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസം became the powerful theme of the society, especially in the European countries, the power of the kings actually returned. മറ്റൊന്ന് റിലീജിയസ് ഫാക്ടേഴ്സ് ആണ്. എ ന്യൂ റിലിജിയൻ നോൺ ആസ് പ്രൊട്ടസ്റ്റന്റിസം അപ്പിയർ ഓൺ ദ സീൻ. ഇപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മാറി കുറേ ആളുകൾ പ്രൊട്ടസ്റ്റൻസ് ആയിട്ട് മാറുന്നു. സോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ന്യൂ ബിലീഫ് വാസ് അഗെയിൻസ്റ്റ് ദ ഏർലിയർ
കാത്തലിക് റിലിജൻ. അപ്പോൾ ഇംഗ്ലണ്ട് കത്തോലിക്ക സഭയുമായിട്ടുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ. So this new Protestant religion allowed the acquisition of material goods and property. ഇപ്പോൾ ഭൂമിയിൽ സ്വത്ത് നേടുക എന്നുള്ളത് ഒരു വലിയ പാപമോ മോശമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നു. സോ പ്രൊട്ടസ്റ്റന്റിസം ആൻഡ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് supported people who are in trade, who are making more money and profit, working in a profit-oriented way, which became no longer a bad thing. അതാണ് റിലീജിയസ് ഫാക്ടേഴ്സ്, മെർക്കന്റലിസത്തെ സഹായിച്ച റിലീജിയസ് ഫാക്ടേഴ്സ്. Then we have cultural factors. Renaissance movement taught that men are free on this earth and they can create and enjoy well according to their sweet will. So Renaissance കഴിഞ്ഞപ്പോൾ people are getting to understand that okay, you can do whatever you like. Okay, just like men are free, you can start an enterprise. There is no problem being an entrepreneur. അപ്പോൾ ഒരു പുതിയ സംരംഭം ആരംഭിക്കുക, ബിസിനസ് ആരംഭിക്കുക, അതിനകത്ത് ധാരാളം പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ പാപമോ ശാപമോ അല്ലാത്ത മോശമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് വരാൻ തുടങ്ങി റിനൈസൻസിന് ശേഷം. റിനൈസൻസ് ആക്ച്വലി ഗേവ് men their will back and they became more and more free to do whatever they like. They need not bother about the so-called heaven. Emphasis was given to the creative human activities, acquisition of wealth and trade and commerce. So they are no longer going to be afraid of heaven or the life after death. They're just thinking or they're actually becoming more concerned about what's happening on earth here and how they can develop, how they can progress, how can make their life a little better, working in a profit-oriented way. Then we have scientific and technological factors. So inventions and discoveries facilitated the rise of mercantilism. For example, Marinus compass, printing press, etc. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് വരുന്നു, അതുപോലെ തന്നെ കോമ്പസ്, വടക്ക് നോക്കി യന്ത്രം. അപ്പോൾ അതിനനുസരിച്ച് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു, കടലിലൂടെ എക്സ്പ്ലോർ ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു. ജസ്റ്റ് ലൈക്ക് ദേ കെയിം ടു ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ടു support strong commercial capitalist people and in turn they helped mercantilism. Columbus discovered America in 1492. Gold and silver mines were also discovered in the New World. അപ്പോൾ അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ധാരാളം ഗോൾഡ് ആൻഡ് സിൽവർ ഖനികൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ട്രേഡ് നടക്കുന്നു. സോ അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്ലോറേഷൻസിനൊക്കെ സഹായിച്ചത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. Then we also have some intellectual factors. The new philosophers like Erasmus, Bacon and others, new artists like Leonardo da Vinci and Michelangelo, the new scientists like Galileo, Kepler and others introduced a new area and concept of knowledge which was challenging to all the concept and thought. അപ്പോൾ അതുവരെ നിലനിന്നിരുന്ന ആ ഒരു എൻറ്റയർ കോൺഷ്യസ്നെസ്, ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെയും അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനും ഒരുപാട് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറേ റൈറ്റേഴ്സും സ്കോളേഴ്സും ആർട്ടിസ്റ്റൊക്കെ വരുന്നു. ഫോർ എക്സാമ്പിൾ റാസ്മസ് ബേക്കൺ, ലിയോനാർഡോ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, ഗലീലിയോ, കെപ്ലർ തുടങ്ങിയ ആളുകളൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ പുതിയ ഇടപെടലുകൾ, ഇൻ്റലക്ച്വൽ ഇൻ്റർവെൻഷൻസ് ഹാസ് മെയ്ഡ് ദ സൊസൈറ്റി ടു തിങ്ക് in a new direction and they wanted to live happily here on earth, not after the death, Then Thomas More's utopia challenged the existing basis of the state. അപ്പോൾ ഒരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, ഒരു ക്ഷേമരാഷ്ട്രം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ വരാൻ തുടങ്ങി ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ഉട്ടോപ്പിയ ബൈ തോമസ് മോർ. The mercantilist idea was advocated by many of these new intellectual writers. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റും was actually supportive of mercantilist ideology. So what are the basic principles and policies of mercantilism? അപ്പോൾ മെർക്കന്റിലിസത്തിൻ്റെ നയവും അതിൻ്റെ ആദർശങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം.
So the first one is the desire that the state must be made very strong. So രാജ്യം വളരെ strong ആയിരിക്കണം. So if the country is strong, that simply means the government is strong. Then the law and order system will be working smoothly, and that in turn gives you protection for your merchandise and your commerce. അപ്പോൾ അതുകൊണ്ട് വ്യാപാരികൾ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ മെർക്കന്റിലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് a strong state ആണ്. Money is wealth and capital. There should be an amassing of money in terms of gold, silver and precious metals, which can determine the strength of nation. അപ്പോൾ രാജ്യം ഒരുപാട് സ്വത്ത് കൈവശപ്പെടുത്തണം, ശേഖരിക്കണം, കൂട്ടിവെക്കണം, because it makes the country or the nation stronger. Foreign trade must be encouraged so that a country can have favourable balance of trade through the earning of export surplus. Every country should try to export more and import less. മറ്റൊരു കാര്യം ഈ ട്രേഡ് സർപ്ലസ് ആണ്. ഈ ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുക, കുറച്ച് ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഒരുപാട് പണം കയറ്റുമതി ചെയ്യുന്ന സമയത്ത് കൂടുതൽ പണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയും. ഇറക്കുമതി ചെയ്യുമ്പോൾ പണം അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഇറക്കുമതി ചെയ്യുകയും കൂടുതൽ കയറ്റുമതിയും ചെയ്യുന്ന ഒരു ട്രേഡ് സർപ്ലസ് ഉള്ള ഒരു രാജ്യമാണ് ഈ മെർക്കന്റിലിസ്റ്റ് പോളിസി വിഭാവനം ചെയ്യുന്നത്. ദിസ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ദ ഇൻഫ്ലോ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ബൈ എ നേഷൻ. അപ്പം അന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവറിലാണ് പലപ്പോഴും പേ ചെയ്തിരുന്നത്. സോ ഇഫ് യു ആർ എക്സ്പോർട്ടിങ് സംതിങ്, യു ആർ പെയ്ഡ് ബാക്ക് ഇൻ gold or silver. Okay. All exporting industries are to be encouraged and imports are to be discouraged. അതുപോലെ തന്നെ കയറ്റുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം, ഇറക്കുമതിക്ക് കാര്യമായിട്ടുള്ള പ്രോത്സാഹനം ഒന്നും കൊടുക്കേണ്ടതില്ല. Then a country should give more importance to the development of manufacture and trade. മാനുഫാക്ചറും ട്രേഡും, വാണിജ്യത്തിനും അതുപോലെ തന്നെ ഉൽപാദനത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. There would be a strong government for giving protection to the merchants and for maintaining law and order situation. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Then വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് ആവശ്യമുണ്ട്. Colonies should be useful both as a market for exports and as sources of supply for raw materials. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കോളനീസ് ആവശ്യമുണ്ടെന്ന് പറയുന്നു. So India was a colony, colony of Britain. But mercantilist ideologues actually supported creating colonies around the world because colonies can work both as a market for exports and as also source for raw materials. അപ്പോൾ ഇത്തരം കോളനികൾക്ക് ഒരു ഗുണമുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ഇന്ത്യ. അപ്പോൾ ബ്രിട്ടനിലുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. സോ ഇന്ത്യ ബിക്കംസ് എ മാർക്കറ്റ്. ആ സാധനങ്ങൾ വാങ്ങാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വിറ്റഴിക്കാവുന്നൊരു മാർക്കറ്റായിട്ട് ഇന്ത്യ മാറുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള കുറേ സാധനങ്ങൾ അവിടുത്തെ പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുപോകാം. അതായത് കോട്ടൺ കൊണ്ടുപോകുന്നു, മാഞ്ചസ്റ്ററിലെയും മറ്റുമൊക്കെ തുണിമില്ലുകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് കോട്ടൺ കൊണ്ടുപോകുന്നു. അതിനർത്ഥം എന്താണ്? ഇന്ത്യ ഒരു അസംസ്കൃത വസ്തുക്കളുടെ ഒരു 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 സോഴ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ കോളനികൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട്. Then colonies could only be feeders to the mother country. All colonial trade should be a monopoly for the mother country. അതുപോലെ തന്നെ colonies work as a feeders ആണ്. ഇതിനെങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്വ രാജ്യത്തെ ഒരു ഇമ്പീരിയലിസ്റ്റ് കൺട്രിയെ, ഫോർ എക്സാമ്പിൾ യു ടേക്ക് ദ കേസ് ഓഫ് ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ. ഇപ്പോൾ ബ്രിട്ടനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് സോഴ്സസ് എടുക്കാവുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അറ്റ് ദ സെയിം ടൈം ഈ കോളനിയും മദർ കൺട്രിയും തമ്മിലുള്ള ട്രേഡ് എപ്പോഴും ഒരു മോണോപോളിസ്റ്റിക് രീതിയിലായിരിക്കും. അതായത് എപ്പോഴും കോളനിയുടെ മുകളിൽ ഈ മദർ കൺട്രിക്ക് ആയിരിക്കും കൺട്രോൾ ഉണ്ടാവുക. അതൊരു മെർക്കന്റിലിസ്റ്റ് പോളിസിയാണ്. Then a country should have its own ships for the purpose of trade. Then the wages should be low so that the production cost and the prices can be kept low. This will help the growth of export. അതുപോലെ തന്നെ വേജസ് എപ്പോഴും ലോ ആയിരിക്കണം. കൂലി, വേതനം എപ്പോഴും വളരെ കുറച്ച്, പറ്റാവുന്ന അത്രയും കുറച്ച് വേതനമാണ് ഒരു വേജ് റേറ്റ് ആണ്
സമ്പദ് വ്യവസ്ഥയിൽ നിലനിർത്തേണ്ടത്. കാരണം കൂലി കുറയും തോറും ലേബർ ചാർജ് കുറയും, ഒരു സാധനം ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കുറയും. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ഉണ്ടാക്കാനും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി വിദേശ മാർക്കറ്റിൽ കൂടുതൽ പണം നേടാൻ സാധിക്കും. Then population growth should be encouraged. People are the real wealth of the country. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പോപ്പുലേഷൻ ഗ്രോത്ത് രാജ്യങ്ങളിലൊക്കെ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. സോ മെർക്കന്റിലിസ്റ്റ് ഐഡിയോളോഗ്സ് ബിലീവ്ഡ് ഇൻ സപ്പോർട്ടിങ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ യു നീഡ് ടു ഹാവ് ഇനഫ് people to work for your country. The mercantilism favored the increase in state power and wealth. A slowly rising level is helpful to the producers, and also a slowly rising price level is helpful to the producers, and also for giving incentive to production. It can lead to additional revenues. വളരെ പതുക്കെ ഉയർന്നു വരുന്നൊരു പ്രൈസിംഗ് ലെവലാണ് എപ്പോഴും നല്ലത്, ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു സപ്പോർട്ട് ദ പ്രൊഡ്യൂസേഴ്സ്. Mercantilists were concerned with increasing the employment potential of a nation. So employment generation എന്ന് പറയുന്നത് ഇവരുടെ വളരെ പ്രധാനപ്പെട്ടൊരു താല്പര്യമായിരുന്നു. ബിക്കോസ് എംപ്ലോയ്മെന്റ് ജനറേഷൻ സിംപ്ലി മീൻസ് യു ആർ producing more and more. Your production base is increasing. Your output is also increasing. Then the mercantilist writers were in favor of a lower rate of interest as it will give incentive to invest and produce. അതുപോലെ തന്നെ പലിശ നിരക്ക് വളരെ ചെറിയ പലിശ നിരക്കിൽ നിലനിർത്തുക. കാരണം അത് കൂടുതൽ ആളുകൾക്ക് ക്രെഡിറ്റ് കിട്ടാനും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള താല്പര്യം, പണം ലോൺ എടുത്തും കടമെടുത്തും ഒക്കെ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള താല്പര്യം ജനങ്ങളിൽ ഉണ്ടാക്കും. Then Mercantilism favored a multiple tax system. വളരെ വേറെ വേറെ ലെവൽസ് ഉള്ള വ്യത്യസ്ത മേഖലകളിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം ടാക്സുകളൊക്കെ പിരിച്ച് ഒരു മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റമാണ് ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നത്. Mercantilist writers were against the medieval just price. They advocated a system of market value. So മാർക്കറ്റ് വാല്യൂ ആണ് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒരു ഫെയർ ആയിട്ടുള്ള വില, ഒരു സാധനത്തിന് വാങ്ങിക്കാവുന്ന ഒരു ന്യായമായ വില, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നില്ല. മാർക്കറ്റിലെ ഡിമാൻഡിനനുസരിച്ച്, ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ചും സപ്ലൈ കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും മാർക്കറ്റിലെ ഒരു ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ഒരു സാധനത്തിൻ്റെ, ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കപ്പെടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. Then we have Heckscher's view on mercantilism. According to Heckscher, mercantilism is a system of power. It is not so much a system of plenty as believed by Adam Smith. However, Heckscher did not dispute the point that was raised by Adam Smith by pointing out that the mercantilism is a system of plenty. ഒരു അതിസമ്പന്നതയുടെ ഒരു സിസ്റ്റമാണ് മെർക്കന്റിലിസം എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞിരുന്നത്. ബട്ട് ഹെക്ഷർ സേസ് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പവർ. അതൊരു അധികാരത്തിൻ്റെ സിസ്റ്റമാണ്. മറ്റു ചിലതിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മറ്റു ചിലരിൽ മൂലധനത്തിൻ്റെ ഉപയോഗം കൊണ്ട്, വാണിജ്യ കാര്യങ്ങളിലുള്ള അവരുടെ മിടുക്ക് കൊണ്ട് നേടുന്ന ഒരു തരത്തിലുള്ള അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെർക്കന്റിലിസം പ്രവർത്തിക്കുന്നതെന്നാണ് ഹെക്ഷർ പറഞ്ഞിട്ടുള്ളത്. Rather, Heckscher seems to have agreed with Smith when the former has said that it's a system of commodity production. So, ഈ രണ്ടുപേരും, ആഡം സ്മിത്തും അതുപോലെ തന്നെ ഹെക്ഷറും പരസ്പരം സമ്മതിക്കുന്ന ഒരു കാര്യം, ഒരൊറ്റ പോയിന്റ് ഇതാണ്: മെർക്കന്റിലിസം ഈസ് എ സിസ്റ്റം ഓഫ് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഒരുപാട് കമ്മ്യൂണിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന രീതിയിൽ ഇതിനെ കാണുന്നതിൽ തെറ്റില്ല എന്ന് രണ്ടുപേരും സമ്മതിക്കുന്നു. Then mercantilism is a system of increasing commodity production. This is required for reaping greater gain in terms of more favorable balance of trade. This also gives a country more competitive power in the international market. അപ്പോൾ ഒരു ഇൻക്രീസിങ് കമ്മോഡിറ്റി പ്രൊഡക്ഷനാണ്. ഉൽപ്പാദനം എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഉൽപ്പാദനം കുറയ്ക്കുന്നില്ല. ഉൽപ്പാദനം കൂട്ടുക, ഉൽപ്പാദനം കൂട്ടുന്നതിനനുസരിച്ച് കയറ്റുമതിയും കൂട്ടുക.
അപ്പോൾ ഈ കയറ്റുമതി കൂട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, എവിടേക്ക് കയറ്റി അയക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കണമെങ്കിൽ കൂടുതൽ മാർക്കറ്റുകൾ വേണം, അപ്പോൾ കൂടുതൽ ആളുകൾ ഇത് വാങ്ങിക്കണം. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ കൂടുതൽ ആളുകൾ അത് വാങ്ങിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് വരാം, ഇന്ത്യയും ബ്രിട്ടനും. അപ്പോൾ ഇന്ത്യ ഒരു മാർക്കറ്റായിട്ട് മാറണം, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ സാധിക്കണം, കൂടുതൽ ആൾക്കാർ അത് വാങ്ങിക്കണം. അപ്പോൾ അതിനുള്ള പോളിസീസ് എല്ലാം അവർ കൊണ്ടുവരുന്നുണ്ട്. സോ മെർക്കന്റിലിസം is a system of increasing commodity production. Then mercantilism is in and out a monetary system. ഇതൊരു പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യവസ്ഥ കൂടിയാണ്. This is especially necessary when the economy becomes an exchange economy where money is used not only as a medium of exchange but also as a unit of account. Mercantilism gives stress on the accumulation of treasure. ഇപ്പോൾ പണം എന്ന് പറയുന്നത് is a kind of an unit of account, not only a medium of exchange. മുൻപ് നിലനിന്നിരുന്ന ഒരു പരസ്പരം വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു മീഡിയം എന്നതിനപ്പുറത്ത് it becomes much popular and powerful. അതുകൊണ്ട് തന്നെ if you have more money, that means you are getting more and more power and ഒരുപാട് അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് വരികയും ചെയ്യും. സോ accumulating treasure becomes a kind of a noble act during mercantilism. Then, according to him, Heckscher, mercantilism represents a national system of regulation of trade and commerce. Such a regulation is both internal as well as international. And mercantilism has a lot of regulations. ഒരുപാട് നിയമങ്ങളും regulations ഉണ്ട്, both inside the country and international. In international relations, that means in trade relations also, you have to bring out some specific rules and regulations for the smooth functioning of the trade, both inside and outside the country. Mercantilism is a system of national economic unity. National unification is required for both country and town and also for the domestic and international traders. So mercantilism also supports, also encourages a kind of unity, a political territorial unity of a country. ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് മെർക്കന്റിലിസം വർക്ക് ചെയ്യുന്നത്. It organizes different people and an institution along a uniform line. അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പുറത്ത്, ഒരു താല്പര്യത്തിൻ്റെ പുറത്ത്, ഒരു ഐഡൻറ്റിറ്റിയുടെ പുറത്ത് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ യോജിപ്പിച്ച് നിർത്താൻ മെർക്കന്റിലിസത്തിന് സാധിക്കും. ആൻഡ് മെർക്കന്റിലിസം എയിംസ് അറ്റ് ദ യൂണിഫിക്കേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഏതാണ്ട് യൂറോപ്പിൽ ഫ്യൂഡലിസത്തിന് ശേഷം വന്ന സാമൂഹ്യ മാറ്റങ്ങൾ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തെയും അതിൻ്റെ നിലനിൽപ്പിനെയും അതിൻ്റെ കൺസോളിഡേഷനെയും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഐഡിയോളജിയാണ് മെർക്കന്റിലിസം. And mercantilism is a system of defending the country and strengthening the country both economically and politically. രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ സാമ്പത്തികപരമായും രാജ്യത്തെ സംരക്ഷിക്കുന്ന, അതിന് ശക്തമായൊരു പ്രതിരോധം തീർക്കുന്ന ഒരു വ്യവസ്ഥ കൂടിയാണ് മെർക്കന്റിലിസം. Mercantilism is a system of protection. It supports protection to different types of industries for their proper growth and expansion, so that these industries can contribute to the earning of a favorable balance of trade by exporting more than before. So it protects a lot. അപ്പോൾ ശക്തമായ ഒരു രാജ്യം അതിൻ്റെ ട്രേഡിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. കാരണം കൂടുതൽ കയറ്റുമതിയിലൂടെ കൂടുതൽ വിദേശ നാണ്യം നേടുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ ലക്ഷ്യം. ആ രാജ്യത്തിൻ്റെ ലക്ഷ്യമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ത്രൂ മെർക്കന്റിലിസം. Okay, then what is foreign trade? The mercantilist writers have emphasized favorable trade balance, that means export
over import for the following main reasons. ഇപ്പോൾ വിദേശ വ്യാപാരം അതെപ്പോഴും എങ്ങനെയായിരിക്കണം? കയറ്റുമതി എപ്പോഴും കൂടുതലും ഇറക്കുമതി കുറവുമായിരിക്കും. അപ്പോൾ കയറ്റുമതി കൂടുക എന്ന് പറയുന്നത് നമ്മൾ കയറ്റി അയച്ച സാധനങ്ങൾക്ക് ഉള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇറക്കുമതി അങ്ങനെയല്ല. പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, പണം ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുന്നു. അപ്പോൾ പണം എക്കോണമിയിലേക്ക് വരിക എന്ന് പറയുന്നത് എന്താണ്? കയറ്റുമതി ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് മെർക്കന്റിലിസ്റ്റ് ആളുകൾ they always in favor of increasing export and discouraging import. So to make the country economically stronger through the excess of treasure and wealth than can be earned through the foreign trade. So what are the reasons for supporting foreign trade? So it makes the country economically stronger. സാമ്പത്തികപരമായി രാജ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നു. Foreign trade is the means to purchase cheaper raw materials from the international market. മാത്രമല്ല, നിങ്ങൾക്ക് if you want to get cheaper in raw materials like ഇന്ത്യയിൽ നിന്ന് കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് പോകുക, വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യയിൽ നിന്ന് കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതിനും you can make use of foreign trade. Then foreign trade is also a means of selling out the domestic output in the form of export. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് foreign trade. Then the mercantilists were eager to earn money and wealth through foreign trade. Money in the form of gold and silver and other precious metals was very valuable to the mercantilists. Money was equated to capital or wealth. അപ്പോൾ ധാരാളം പണം സമ്പാദിക്കുക, കയറ്റുമതിയുടെ കിട്ടാവുന്നത്ര സ്വത്ത് സമ്പാദിക്കുക, അത് പ്രഷ്യസ് മെറ്റൽസിൻ്റെ രൂപത്തിലും മറ്റുമൊക്കെ ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ രൂപത്തിലൊക്കെ ഏൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ദ എയിം ഓഫ് ദ മെർക്കന്റിലിസ്റ്റ്. സോ ഫോർ ദാറ്റ് ദേ യൂസ്ഡ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഇതിനു വേണ്ടി ഫോറിൻ ട്രേഡ് എപ്പോഴും ശക്തമായിരിക്കണം, അതിനുള്ള വഴികൾ എപ്പോഴും തുറന്നു തന്നെ ഇരിക്കണം. Then foreign trade surplus was regarded as an index of economic welfare. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് സർപ്ലസ്, ഫോറിൻ ട്രേഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് സർപ്ലസ് തരണം. അതായത് കയറ്റുമതി കൂടുതലും ഇറക്കുമതി തന്നെയൊക്കെ കുറവും. ഒരിക്കലും ഇറക്കുമതി കൂടി കയറ്റുമതി കുറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്, അപ്പോൾ അത് നെഗറ്റീവ് ആവും, സർപ്ലസ് ആവില്ല. The mercantilists wanted to acquire bullion through foreign trade. They knew very well that bullion will have a favorable effect on the price level of the commodities. They pointed out that a gently rising price level was very favorable for the growth of industries, trade and commerce. അതുപോലെ തന്നെ ധാരാളം ഗോൾഡ് ബാർസ് ആയിട്ട് അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽസ് ആയിട്ടും ഗോൾഡ് ആൻഡ് സിൽവർ ആയിട്ടാണ് അവർ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം അത് ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. യു ക്യാൻ യൂസ് ഇറ്റ്, യു ക്യാൻ കീപ്പ് ഇറ്റ്, യു ക്യാൻ റിസർവ് ഇറ്റ്, ആൻഡ് യു ക്യാൻ on a fine morning you can exchange or convert that into money. The inflow of bullion may also reduce the rate of interest. This is very essential for increasing investment, output and employment. മാത്രമല്ല, ബുള്ളിൻ ഒരുപാട് കയ്യിലുണ്ടാകുമ്പോൾ it increases your strength and you can decrease കൂടുതൽ പണം വളരെ കുറഞ്ഞ നിരക്കിൽ എക്കോണമിയിലേക്ക് എത്തിക്കാൻ പറ്റും. അതനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടക്കും. One of the main objectives of mercantilism was to create more and more employment opportunities for the people of the country. This could be made possible by a favorable balance of trade which will have several employment creating effects. അതുപോലെ തന്നെ it generates a lot of employment. ഇപ്പോൾ ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുക, അതുവഴി കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടുക, ഇതിനൊക്കെ ഫോറിൻ ട്രേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Okay, money, price level and interest rate. So the mercantilist writers were in favor of accumulation of more and more treasure for the country. Money in fact was equated with wealth and capital. ഇപ്പോൾ പണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടുകയും and these mercantilist writers were actually in favor of accumulation of more and more treasure for the country. So money is a form of working capital and wealth. Okay, money is a working capital.
വെൽത്തിൻ്റെ രൂപമായിട്ട് തന്നെ പണം മാറുന്നു. പണം തന്നെയാണ് വെൽത്ത്. Money is a medium of exchange. You can use it as a medium of exchange. Money is a store of value. You can store it. It's a value. You have a certain amount of value if you have a certain amount of money with you. Money was a unit of account. Money could facilitate trade and commerce. Okay, you can use money to facilitate trade and commerce. You trade and commerce mobilize here, and you can make it working by using money. Money was the lifeblood of the exchange economy, which developed during the period of mercantilism, and the importance of money in a market economy which was developing at that time can hardly be exaggerated. So money is the most important thing as far as a market economy is concerned. So it makes the economy, it makes the market more fluid and more flexible and more easy and accountable to work with. അപ്പോൾ അത്രയും പ്രാധാന്യം ഒരു മാർക്കറ്റ് എക്കോണമിയിൽ ഒരു മെർക്കന്റലിസ്റ്റ് ഐഡിയോളജിയിൽ പണത്തിനുണ്ട്. A system of taxation was developing during the period of mercantilism where money was very essential for the payment of taxes. Needless to say, taxation in barter system is obviously difficult. So tax വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റിന് ടാക്സ് ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഫോറിൻ ട്രേഡിൽ വരുന്ന ടാരിഫുകൾ, ഇറക്കുമതി ചുങ്കം, കയറ്റുമതി ചുങ്കം എന്ന് പറയുന്ന പോലെയുള്ള ടാക്സുകൾ, കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചുമത്തുന്ന ടാക്സുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും കണക്കാക്കാനും അത് പിരിച്ചെടുക്കാനും ഏറ്റവും എളുപ്പം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് പണമാണ്. ഇഫ് യു ഹാവ് മണി, യു ക്യാൻ ഹാവ് ടാക്സ് ഇൻ മണി, ഇൻ ദ ഫോം ഓഫ് മണി. And money was essential for making payment to the standing national armies and also for purchasing war materials. Thus, the slogan of the 16th century statecraft was money, more money and still more money. അപ്പോൾ 16-ാം നൂറ്റാണ്ടിലെ സ്റ്റേറ്റ് ക്രാഫ്റ്റിൻ്റെ, രാജ്യതന്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ലോഗൻ, മുദ്രാവാക്യം എന്തായിരുന്നു? മണി, മോർ മണി ആൻഡ് സ്റ്റിൽ മോർ മണി. പണം, കൂടുതൽ പണം, കൂടുതൽ പണം എന്നുള്ളതാണ്. കാരണം ഈ പണമാണ്, ഈ ടാക്സ് വഴി കിട്ടുന്ന പണമാണ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ് ഉപയോഗിക്കുന്നത്. പട്ടാളത്തെ ഉണ്ടാക്കാനും നിലനിർത്താനും ആയുധങ്ങൾ വാങ്ങാനും ഒക്കെ ഉപയോഗിക്കുന്നത്. സോ ത്രൂ മണി, ത്രൂ ടാക്സേഷൻ, യു ആർ ആക്ച്വലി ബിൽഡിങ് എ സ്ട്രോങ് കൺട്രി. ആൻഡ് എ സ്ട്രോങ് കൺട്രി ഇൻ ടേൺ ഈസ് ഹെൽപ്പിംഗ് ട്രേഡ് ആൻഡ് ദെൻ tax system. So money was a convenient form of holding wealth in lieu of holding it in the form of commodities. So നിങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ നിങ്ങൾ വെൽത്തിന് എടുത്തു വയ്ക്കാവുന്ന ഒരു മാർഗമാണ് മണി. you can keep your wealth in a particular form, in the form of money. The mercantilist writers suggested a number of steps for maximizing the employment of labor in country. അപ്പോൾ എങ്ങനെയാണ് രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് മാക്സിമൈസ് ചെയ്യുക, കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്, അത് പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? സോ ദേ ഹാവ് certain steps for maximizing the employment of labor in a country. First one is cheap money policy. Under this policy, the rate of interest will be lowered so that investment will expand and more employment can be created by stimulating production. അപ്പോൾ ഇത് ചീപ്പ് മണി പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പലിശ നിരക്ക് എപ്പോഴും കുറച്ച് വയ്ക്കുക. അപ്പോൾ ചെറിയ പലിശ നിരക്കാവുന്ന സമയത്ത് കൂടുതൽ സംരംഭകർക്ക് ലോൺ എടുക്കാനും അതുവഴി പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഉള്ള താല്പര്യമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്ന് വെച്ചാൽ കൂടുതൽ ജോലികൾ ഉണ്ടാകുക എന്നുള്ളതാണ്. കൂടുതൽ ജോലികൾ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനാണ്, കൂടുതൽ ഉൽപ്പാദനമാണ്. ഇപ്പോൾ കൂടുതൽ ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ കൂടുതൽ കയറ്റുമതിയാണ്. കൂടുതൽ കയറ്റുമതി എന്ന് പറയുമ്പോൾ കൂടുതൽ പണം സമ്പാദിക്കുക എന്നുള്ളതാണ്. കൂടുതൽ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് കൂടുതൽ
രാജ്യത്തിനും മറ്റുമൊക്കെ ടാക്സായി കിട്ടുന്നു, ഗവൺമെൻറ് ടാക്സായി കിട്ടുന്നു, അപ്പോൾ കൂടുതൽ ചിലവഴിക്കാൻ പറ്റുന്നു. അപ്പോൾ ആർമി ആയിട്ടും മറ്റ് ആയുധങ്ങളായിട്ടും ഗവൺമെൻറ്റിൻ്റെ മറ്റ് ചിലവുകളായിട്ടും അതുപോലെ തന്നെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമുള്ള പോളിസികളായിട്ടൊക്കെ ഈ പണം മാറുന്നു. Next one is increasing the favorable balance of trade. A favorable balance of trade will have a positive multiplier effect on income, output, and employment. The inflow of money will create many opportunities for expansion. ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ട്രേഡ് സർപ്ലസ് കാത്ത് സൂക്ഷിക്കുക. കയറ്റുമതി വളരെ കൂടുതലും വളരെ കുറഞ്ഞ ഇറക്കുമതിയും, അല്ലെങ്കിൽ കയറ്റുമതി എപ്പോഴും ഇറക്കുമതിയേക്കാൾ കൂടുതലായി നിൽക്കുക. അതിനാണ് ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് മണി. Then we have agricultural development. Mercantilist writers advise that cultivation should be extended to the unused lands and certain types of import substituting crops may be grown. അതുപോലെ തന്നെ പറ്റാവുന്നിടത്തോളം അഗ്രികൾച്ചറിനെ എന്ത് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്രികൾച്ചർ വികസിപ്പിക്കുക. ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റും ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യകതയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക. ഇപ്പോൾ അരിയും ഗോതമ്പും ഒന്നും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു ആവശ്യം വരാതിരിക്കുക. അതിനായിട്ട് കൂടുതൽ സ്ഥലങ്ങൾ കൃഷി ചെയ്യുക. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പോർട്ട് കുറയ്ക്കാൻ പറ്റും. ഇമ്പോർട്ട് കുറയ്ക്കുമ്പോൾ അതിപ്പോഴും ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടാക്കി തരും. Another step is expansion of industries. വ്യവസായശാലകളുടെയും വ്യവസായ മേഖലയുടെയും വികാസം. വേജ് ആൻഡ് ലേബർ പോളിസിയാണ് മറ്റൊന്ന്. The mercantile writers were in favor of maintaining a low wage policy. The low wage, however, should be sufficient for subsistence. അപ്പോൾ വേതനം എപ്പോഴും, കൂലി എപ്പോഴും ഒരു പ്രത്യേക റേറ്റിൽ നിലനിർത്തണം. ഒരുപാട് ഉയർന്ന കൂലി കൊടുക്കരുത്, അത് വളരെയധികം താഴ്ന്നു പോകാനും പാടില്ല. ജീവിച്ചു പോകാവുന്ന രീതിയിലുള്ള വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ തൊഴിലാളികൾക്ക് നൽകാവൂ. ഇത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് മെർക്കന്റിലിസത്തിൻ്റെ പോരായ്മകൾ? The balance of trade theory was self-defeating in nature. The mercantilists did not consider the deeper implications of the effect of increased bullion on the price level of the exportable commodities. ഈ ബാലൻസ് ഓഫ് ട്രേഡ് തിയറി എന്ന് പറയുന്നത് ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടാവുക എന്നുള്ളത് എല്ലായ്പ്പോഴും ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ചില സമയത്ത് ഒരുപാട് ബുള്ളിയൻ, ഒരുപാട് പണം വരികയും ആൻഡ് ദ ബുള്ളിയൻ ഓൺ ദ പ്രൈസ് ലെവൽ ഓഫ് ദ എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റീസ്, ഒരുപാട് പണം വരികയും ഇവിടെ അതിൻ്റെ ഉപയോഗം കൂടുകയും ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ യു മേ ഹാവ് ഇൻഫ്ലേഷൻ പ്ലസ് ഈ കമ്മോഡിറ്റി പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. പുറത്തേക്ക് ഒരുപക്ഷെ കാര്യമായ രീതിയിൽ നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ ബാലൻസ് ഓഫ് തിയറി എന്താ പറയുക, ബാലൻസ് ഓഫ് ട്രേഡ് തിയറി ഒരു സെൽഫ് ഡിഫീറ്റിംഗ് ആണെന്ന് ഉള്ള അഭിപ്രായമുണ്ട്. And the mercantilists wrongly thought that wealth consists in gold and silver and other precious metals. They thought that wealth was the same thing as money or bullion. അതുപോലെ തന്നെ ഒരുപാട് പ്രഷ്യസ് മെറ്റൽസും മറ്റും ഒരുപാട് റിസർവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് they thought that they are actually amassing wealth. Sometimes you cannot use these things as wealth. The mercantilists regarded wealth as an end in itself. അപ്പോൾ വെൽത്ത് എന്ന് പറയുന്ന ഒരു എൻഡ് ഇൻ ഇറ്റ്സെൽഫ് എന്നാണ്. വെൽത്തിനപ്പുറത്ത് വെൽത്ത് ഒരു അവസാന ലക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്നു, നിങ്ങളുടെ ഗോളാണ്, മറ്റൊന്നും അതിനകത്തില്ല എന്നൊരു തോന്നൽ മെർക്കന്റിലിസത്തിനുണ്ടായിരുന്നു. ദാറ്റ് വാസ് സംതിങ് റോങ്. The mercantilists advocated the attainment of favorable balance of trade at the cost of other countries. So mercantilism എപ്പോഴും ഒരു
നെഗറ്റീവ് ഔട്ട്ലുക്കാണ് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇന്ത്യ ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട് ഒരു ദരിദ്ര രാജ്യമായിട്ട് മാറുകയും ചെയ്യുന്നു. The mercantilists were narrow nationalists. Their policy was against cosmopolitan internationalism. അതുപോലെ തന്നെ ഈ മെർക്കന്റലിസ്റ്റ് ഒരു നാരോ നാഷണലിസം കാത്തു സൂക്ഷിച്ച സങ്കുചിതമായ ഒരു തീവ്ര ദേശീയത എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സങ്കുചിതമായ ദേശീയ ബോധമുള്ളവരായിരുന്നു. മറ്റു രാജ്യങ്ങളെക്കാൾ തങ്ങളുടെ രാജ്യം മുന്നോട്ട് വരണമെന്നും അതിന് മറ്റു രാജ്യങ്ങളെയും ജനതയെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. സോ their policy was against the cosmopolitan internationalism. Next, we will discuss the British economic policies and their impact. ഇപ്പോൾ ബ്രിട്ടൻ്റെ കോളനി ഭരണം കൊണ്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇന്ത്യയിലെ കാർഷിക മേഖലയെ വാണിജ്യവൽക്കരിച്ചു എന്നുള്ളതാണ് അതിൽ ഒരു പോയിന്റ്. അപ്പോൾ ആ വാണിജ്യവൽക്കരണം വലിയ നഷ്ടങ്ങളാണ് ഇന്ത്യൻ കർഷകർക്ക് ഉണ്ടാക്കിയത്. സോ commercialization of agriculture. This commercialization of agriculture began during the British rule, and commercialization of agriculture took place to feed the industries of Britain. അപ്പോൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനിലുള്ള ബ്രിട്ടീഷ് വ്യവസായശാലകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഇന്ത്യൻ അഗ്രികൾച്ചർ വാസ്തവത്തിൽ വർക്ക് ചെയ്തത്. The primary purpose of all these efforts was to provide raw and good quality cotton to the cotton textiles industries of Britain, which were growing fast after the Industrial Revolution in India. ഇപ്പോൾ വ്യവസായ വിപ്ലവത്തിന് ശേഷം ത്വരിതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ മില്ലുകൾ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വളരെ കുറഞ്ഞ വിലയിൽ വളരെ കുറഞ്ഞ നിരക്കിൽ പരുത്തി കോട്ടൺ എത്തിച്ചു കൊടുക്കാവുന്ന ഒരു രീതി, ആ രീതിയാണ് വാസ്തവത്തിൽ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ കൊണ്ട് ഇന്ത്യയിലുണ്ടായത്. The commercialization of agriculture in India was beneficial only to British planters, traders and manufacturers. While the area under food crops increased between 1890 to 93 and 1919 to 20 by 7%, that under non-food crops increased by 43%. അപ്പോൾ ഈ ക്യാഷ് ക്രോപ്സിൻ്റെ നാണ്യവിളകളുടെ കൃഷി വളരെയധികം കൂടും. 43% വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ 92-93 തൊട്ട് 1919-20 കാലഘട്ടം വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് ക്രോപ്സിൻ്റെ വർധന വെറും 7%. അതേസമയം തന്നെ ഈ നാണ്യവിളകളുടെ ക്യാഷ് ക്രോപ്സിൻ്റെ ആണെങ്കിൽ 43%. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ പ്രാധാന്യം ഇങ്ങനെയുള്ള നാണ്യവിളകൾക്കാണ് നൽകിയിരുന്നത്. രണ്ടാമത്തതാണ് റൂറൽ ഇൻഡെപ്റ്റ്നെസ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖല മുഴുവൻ വലിയ കടക്കണിയിലാവുന്നു. The revenue policy of the British increased the pressure of population on agriculture. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ പുതിയ റവന്യൂ പോളിസി, അവർ പുതിയ ടാക്സേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്ത്യയിലെ പല ഭാഗത്തും പല പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. റായത്ത് വാരി, മഹൽവാരി, അതുപോലെ തന്നെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്നൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതെല്ലാം കർഷകരെ ഏറ്റവും വളരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു. സോ കർഷകർക്ക് പണമില്ലാതെയാകുന്നു, കർഷകർ മറ്റ് മണി ലെൻഡേഴ്സിന് പണം കടം വാങ്ങുന്നു,
അത് തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അവസാനം ഭൂമി നഷ്ടപ്പെടുന്നു. അങ്ങനെ സ്വന്തം ഭൂമി നഷ്ടപ്പെട്ട് കാർഷിക തൊഴിലാളികളായിട്ട് മാറേണ്ട ഒരവസ്ഥ കർഷകർക്കുണ്ടാകുന്നു. Existence of several intermediaries between the peasants and the government, subdivision and fragmentation of land holdings, etc., resulted in the impoverishment of Indian peasantry. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ കർഷകനും അതുപോലെ തന്നെ ഗവൺമെന്റിനിടയിൽ കുറേ ഇന്റർമീഡിയറീസ് ഉണ്ട്. പല തട്ടുതട്ടുകളായിട്ട് ചിലപ്പോൾ ഒരു ജമീന്ദാർ ഉണ്ടാകാം, വേറൊരു ഏജന്റ് ഉണ്ടാകാം. പിന്നെ കർഷകൻ പണം കടം വാങ്ങുന്നു, അതിനിടയിൽ ഒരുപാട് മണി ലെൻഡേഴ്സും മറ്റ് നാട്ടിൻ പുറത്തുള്ള മണി ലെൻഡേഴ്സും ഉയർന്ന പലിശയിൽ പണം കടം വാങ്ങേണ്ട അവസ്ഥ വരുന്നു. ദെൻ ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. ഓരോ തലമുറ കഴിയുമ്പോഴും മക്കൾക്കായിട്ട് ഭൂമി ഇങ്ങനെ വീതിച്ചു നൽകുമ്പോൾ ഭൂമി ഇങ്ങനെ ചെറുതായി വരുന്നു. ഓരോ ആളുടെയും കൈവശമുള്ള ഭൂമിയുടെ അളവ് കുറഞ്ഞു വരുന്നു. അതും ലാഭകരമായ കൃഷി നടത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചേർന്നാണ് റൂറൽ ഇൻഡെറ്റ്നെസ് ഉണ്ടാകുന്നത്. ദെൻ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചറൽ ലേബർ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ലോസ് ഓഫ് പ്രോപ്രിയേറ്ററി ആൻഡ് ടെനൻസി റൈറ്റ്സ്. പല നിയമങ്ങളിലും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പല ചട്ടങ്ങളും മറ്റുമൊക്കെ നടപ്പിൽ വരുത്തിയപ്പോൾ പലർക്കും ഭൂമി നഷ്ടപ്പെടുന്നു. പലരും ഇതുപോലെ തന്നെ വലിയ കടം വന്ന് സ്വന്തം ഭൂമി നഷ്ടപ്പെട്ട് കാർഷിക തൊഴിലാളികളായിട്ട് മാറുന്നു. The general rise of Indian population which could not be absorbed to non-agriculture sectors. മറ്റൊരു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അഗ്രികൾച്ചർ അല്ലാതെ മറ്റൊരു തൊഴിൽ മേഖല കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഹാൻഡിക്രാഫ്റ്റ്സ് നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിസാൻസിനും മറ്റ് കരകൗശല തൊഴിലാളികൾക്കൊന്നും ജോലിയില്ലാതെയാകുന്നു. അപ്പോൾ അവർക്ക് അവസാനം വരാവുന്ന ഒരു മേഖല കാർഷിക മേഖലയാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ അവർ ലേബേഴ്സായിട്ട് മാറുന്നു, തൊഴിലാളികളായിട്ട് മാറുന്നു. അപ്പോൾ തൊഴിലാളികളുടെ എണ്ണം വളരെയധികം കൂടുന്നു, അതിനനുസരിച്ച് ഭൂമി കൂടുന്നില്ല. അപ്പോൾ ഭൂമിക്ക് മേൽ ഉള്ള പ്രഷർ അതിഭയങ്കരമാകുന്നു. കൂലി വളരെയധികം കുറയുന്നു. എവിടെയും ആളുകൾ കിട്ടാനുണ്ട്, ഇപ്പോൾ കൂലി വളരെ കുറഞ്ഞു പോകുന്നു. ദ റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ് ബിക്കോസ് ഓഫ് ദ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ഭൂമി ഇങ്ങനെ ചെറുതായി പോകുന്നു. ഓരോ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഭൂമി കൊടുക്കുന്ന സമയത്ത് വരുന്ന ഭാഗം, വയ്ക്കലിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരും കിട്ടുന്ന ഭൂമി വീണ്ടും ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടുന്നു, ചെറിയ ഭൂമിയായിട്ട് മാറുന്നു. ഡിസ്ട്രക്ഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The weavers were supplied either with advance or raw material, asked to manufacture specific quality and quantity of cloth within a specific time and sell it to the company or the servants of the company at the price 15% to 40% less than the market price. ഇപ്പോൾ കമ്പനി പലപ്പോഴും ഈ കോട്ടൺ കർഷകരുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെടുന്നു. അതനുസരിച്ച് കമ്പനി പറയുന്ന വിലയ്ക്ക് അവർക്ക് കോട്ടൺ വിൽക്കേണ്ടി വരും. അത് പലപ്പോഴും 15 മുതൽ 40% കുറഞ്ഞ വിലയ്ക്കായിരിക്കും ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കമ്പനികൾ അത് വാങ്ങുന്നുണ്ടാവുക, മാർക്കറ്റ് വിലയേക്കാൾ. Then the Industrial Revolution in England and particularly manufacturing of cloth by machines also participated to a large extent in destroying the cloth handicraft industry of India. അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനെ മുഴുവനായിട്ട് തകർക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഈ തുണിമില്ലുകളിൽ നിന്ന് വരുന്ന വളരെ വില കുറഞ്ഞ തുണിയാണ്. അപ്പം അത്തരം കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ നിർമ്മാണം നടക്കില്ല. കാരണം ഇവിടെ അതിനുള്ള വലിയ മില്ലുകളോ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷനോ മാസീവ് പ്രൊഡക്ഷനോ ഒന്നുമില്ല. അപ്പോൾ ഒരു ഫാക്ടറി സ്റ്റൈലൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഫാക്ടറിയിലെ മാസ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് യു ക്യാൻ ആക്ച്വലി ഡിക്രീസ് ദ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വിലയ്ക്ക് അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഇന്ത്യയിലുള്ള ആളുകൾക്ക് കൈത്തറിയും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവർക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. മാത്രമല്ല അവർക്കൊരു പ്രത്യേക വിലയ്ക്ക് ഈ കോട്ടൺ, കുറഞ്ഞ വിലയ്ക്ക് കോട്ടൺ ബ്രിട്ടീഷുകാർക്ക് വിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ബ്രിട്ടീഷുകാർക്ക് കോട്ടൺ കിട്ടുന്നത്. അതേ വിലയ്ക്ക് തന്നെ ഇന്ത്യക്കാരന് ഇന്ത്യയിലെ കോട്ടൺ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിൻ്റെ വില വളരെ കൂടുതലാണ്. ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരന് വളരെ കുറവാണ്. ആ രീതിയിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന കോട്ടൺ ടെക്സ്റ്റൈൽസ് കൂടുതൽ വിറ്റുപോവുകയും ആ മാർക്കറ്റ് മുഴുവനും ഇതുപോലെയുള്ള ഈ ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ കമ്മോഡിറ്റീസ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന്
എന്ന് പറയുന്നത്. Then another important thing is drain of wealth. വെൽത്തിൻ്റെ ചോർച്ചയാണ്. സമ്പത്ത് ഇങ്ങനെ ചോർന്നു പോകുന്നു. ഇന്ത്യയിൽ നിന്ന് ചോർന്ന് അത് ബ്രിട്ടനിലേക്ക് പോകുന്നു. The economic exploitation of India was the worst feature of the British rule in India. The British trade and commerce was only one source of the drain of wealth from India to Britain. അപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ ആളുകളും ഇന്ത്യക്കാരും തമ്മിൽ നടന്നിരുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സ് അത് തന്നെ വലിയ ഒരു 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 അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലാണ്, എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ധാരാളം നഷ്ടം ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്നു. ഹോം ചാർജസ് വിച്ച് ഇൻക്ലൂഡഡ് മിലിറ്ററി ആൻഡ് അതർ സ്റ്റോർസ് purchased in England, cost of army training, transport and campaigns outside. മറ്റൊന്ന് ഹോം ചാർജസ് എന്ന് വിളിക്കുന്ന ചെലവുകളാണ്. അതായത് ഇന്ത്യൻ ആർമിക്ക്, ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടി വാങ്ങുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ആർമിയുടെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പണം, യാത്രാ ചെലവുകൾക്കുള്ള പണം, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പണം. ഈ പണം, ഇത്തരം ചിലവുകളെല്ലാം ഇന്ത്യക്കാരിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരുന്നത്. അത് ഹോം ചാർജിൽ പെടുന്നതാണ്. അതും ബ്രിട്ടനിലേക്ക് തന്നെയാണ് പോയിരുന്നത്. Only between the periods of 1758 to 1765 the Englishmen transferred nearly 6 million pounds to Britain. ഒരു കണക്ക് പ്രകാരം 1758 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തിൽ 6 ദശലക്ഷം പൗണ്ട് ഈ ഒരു രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പോയിട്ടുണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം. The company financed its purchases from India by the income derived from military and political services rendered to the Indian rulers. അതുപോലെ തന്നെ സബ്സിഡറി അലയൻസ് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ രാജാക്കന്മാർക്ക് സൈനിക സഹായം കൊടുത്തിരുന്നു. ആ സൈനിക സഹായത്തിന് വേണ്ടി രാജാക്കന്മാർ പണം നൽകണം. ആ പണം ഉപയോഗിച്ച് തന്നെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ ആർമിയെ വികസിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ രാജാക്കന്മാർക്കെതിരെയുള്ള ഒരു സൈന്യത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ രാജാക്കന്മാരുടെ പണം തന്നെയാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. മറ്റൊന്ന് സോൾട്ട് മോണപ്പൊളിയാണ്. ഉപ്പ് നിർമ്മാണത്തിനും മുകളിലുണ്ടായിരുന്ന ടാക്സ് സോൾട്ട് ടാക്സ് നമ്മൾ പറയും. ദണ്ഡി മാർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ സോൾട്ട് ടാക്സും ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് ഗവൺമെൻറ്റിന് പിരിച്ചെടുക്കാനുള്ളൊരു ഉപാധിയായിരുന്നു. Then growth of modern industry and the rise of a capitalist class. ഇതും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു സാമ്പത്തിക ഫലമാണ്. The development of modern industry in India began in the second half of the 19th century and was confined mainly to the plantations and a few consumer goods industries like textiles. പ്രധാനമായിട്ട് ഇന്ത്യയിൽ 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുന്ന വ്യവസായവൽക്കരണം എന്ന് പറയുന്നത് കുറച്ച് പ്ലാന്റേഷൻസും പിന്നെ ചില ടെക്സ്റ്റൈൽ മില്ലുകളും മറ്റുമൊക്കെയാണ്. The ownership of these industries, except the textiles, was predominantly European and mostly British. മിക്കവാറും ഈ ടെക്സ്റ്റൈൽസ് മിൽസിൻ്റെയൊക്കെ ഉടമകൾ യൂറോപ്യൻസ് ആണ്, ബ്രിട്ടീഷുകാരായിരിക്കും. Textiles, the first cotton mill in India was started in Calcutta in 1880. As far as jute is concerned, the first jute mill was started by an Englishman, George Eland, in 1855 on the banks of Hooghly. That's also in Calcutta. Then കുറച്ച് പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസും കോൾ, അയൺ, സ്റ്റീൽ പോലെയുള്ള കുറച്ച് ഇൻഡസ്ട്രീസ് എല്ലാം ഈ സമയത്ത് വരുന്നുണ്ട്. Another aspect of British rule is foreign capital. Foreign capital predominated in Indian industries during the rule of the British. ഒരുപാട് വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് റെയിൽവേ പോലെയുള്ള
ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ ബ്രിട്ടീഷുകാർ ധാരാളം പണം നിക്ഷേപിക്കുന്നു. അതിനുള്ള റിട്ടേൺസ് അവർക്ക് തിരിച്ച് ലഭിക്കുമെന്നതുകൊണ്ട്. Most of the Indian industries like railways, tea, jute, etc. were monopolized by the British, and many others were financed by the British capital. Okay. Then foreign trade and tariff policy. The British industrialists succeeded in increasing their exports to India manifold by forcing the company to liberalize its import policy in India. അപ്പോൾ ഇന്ത്യയിലേക്ക് ധാരാളം സാധനങ്ങൾ കയറ്റി അയക്കാൻ ഈ ബ്രിട്ടീഷ് ട്രേഡേഴ്സിന് കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കമില്ല. അതേസമയം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കയറ്റുമതി ചുങ്കമുണ്ട്. അപ്പോൾ കൈൻഡ് ഓഫ് ഒരു വൺ വേ ഫ്രീ ട്രേഡ് സിസ്റ്റമാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചുങ്കം ഇന്ത്യൻ ഗവൺമെൻറ് വാങ്ങാത്തതുകൊണ്ട് ഇവർക്ക് ഈ സാധനങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനും ഇവിടെ വിറ്റ് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വിലയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാനും സാധിക്കും. അത് ഇന്ത്യൻ പ്രോഡക്റ്റുകളെ ആർക്കും ആവശ്യമില്ലാത്തതാക്കി തീർക്കുകയും അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസും ഹാൻഡിക്രാഫ്റ്റ്സും ഇല്ലാതെയാവുകയും ചെയ്യുന്നു. In 1833, when the government of India declared the policy of free trade and either completely abolish or else reduce the import and export duties on many articles. അതുകൊണ്ട് തന്നെ ഈ 1833 ഒരു പുതിയ ഫ്രീ ട്രേഡ് പോളിസി കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് ഒരുപാട് ടാരിഫ്സ്, ഇറക്കുമതി ചുങ്കങ്ങൾ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. Thus, the British traders and manufacturers who were already strengthened by machine-made production against the Indian handmade handicrafts got a free access to the Indian market. അപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചത് ഇന്ത്യൻ മാർക്കറ്റ് മലർക്ക് തുറന്നിടുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷ് വ്യവസായികൾക്ക് വേണ്ടി. അപ്പോൾ സാധനങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാം. വളരെ ചീപ്പായിട്ടും കുറഞ്ഞ വിലയിൽ സാധനങ്ങളോട് വിൽക്കാനും സാധിക്കും. അത് മറ്റ് ഇന്ത്യൻ ട്രേഡേഴ്സിനെ ബാധിക്കുകയും ചെയ്യുന്നു. The export of Indian manufactured goods to Britain practically stopped. India started importing large quantities of British manufactured goods. അപ്പോൾ ഏതാണ്ട് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള കയറ്റുമതി അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാര്യമായിട്ടുള്ള ഒന്നും കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെത്തി. അതേസമയം ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വളരെ ഉയർന്ന തോതിൽ വർദ്ധിക്കുകയും ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് മുഴുവനായിട്ട് പിടിച്ചടക്കാൻ ഈ ബ്രിട്ടീഷ് പ്രോഡക്ട്സിന് അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തു. Next, we will discuss de-industrialization in India. ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തെ തളർത്തുന്ന ഒരു സമീപനം, ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യവസായ തകർച്ചയുടെ കഥയാണ് നമുക്ക് നോക്കാനുള്ളത്. De-industrialization in India. India's traditional village economy was characterized by the blending of agriculture and handicrafts. But this internal balance of village economy had been systematically slaughtered by the British government. This process came to be known as de-industrialization. അപ്പോൾ ഇന്ത്യയിൽ പാരമ്പര്യമായി നിലനിന്നിരുന്ന ഒരു വില്ലേജ് ഇക്കോണമി ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളൊക്കെ മിക്കവാറും സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള വില്ലേജസ് ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ തകർക്കുന്ന ഒരു സമീപനം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വിളിക്കുന്നത്. In the process, traditionally, handicraft industry slipped away from its preeminence, and its decline started at the turn of the 18th century and proceeded rapidly almost to the beginning of the 19th century. അപ്പോൾ 18ാം നൂറ്റാണ്ടിൽ തുടങ്ങി 19ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഏതാണ്ട് ശക്തമായി ഈ ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ സംഭവിക്കുന്നു. India's share of manufacturing output in the world was
as high as 19.7% in 1800, but in a span of 60 years, it plummeted to 8.6% in 1860 and to 1.4% in 1930. അപ്പോൾ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട്, ഇന്ത്യയുടെ ഉൽപ്പാദനം, മൊത്തം ലോകത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ പങ്ക് 1800 19.7%. 60 വർഷങ്ങൾക്കുള്ളിൽ അത് 8.6% കുറയുന്നു. 1913 ആകുമ്പോൾ അത് വെറും 1.4% കുറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്രിട്ടീഷ് നയങ്ങൾ എത്ര മാരകമായിട്ടുള്ള ക്ഷതമാണ് ഈ ഇന്ത്യയിലെ വ്യവസായത്തിന് നൽകിയിട്ടെന്നുള്ളത് നമുക്ക് ഈ കണക്കിൽ നിന്ന് മനസ്സിലാവും. And now, what are the reasons for deindustrialization in India? First one is the disappearance of court culture of late Mughal days and old aristocracy. So the main source of demand for products of these handicrafts came from the royal courts. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മിക്കവാറും ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കളും മറ്റ് ഹാൻഡിക്രാഫ്റ്റ്സും പ്രധാനപ്പെട്ട കുറേ പ്രഷ്യസ് ആയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ അവരുടെയൊക്കെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പഴയ രാജാക്കന്മാരും അതുപോലെ തന്നെ മുഗൾ കോർട്ടിലുള്ള ആളുകളുമൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പതുക്കെ പതുക്കെ ഇല്ലാതെയാവുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആർട്ടിസാൻസിനും മറ്റുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കാൻ ഉള്ളൊരു സ്ഥലം ഇല്ലാതെയാകുന്നു. അവരുടെ മാർക്കറ്റ് മുഴുവനായിട്ട് ഇല്ലാതെയാകും. Then, however, this had been to some extent counterbalanced by the class of nobles and urban aristocracies. അപ്പോൾ ചെറിയ ചെറിയ ചില നാട്ടുരാജാക്കന്മാരോ മറ്റ് പ്രഭുക്കന്മാരോ ജന്മികളോ ഒക്കെ ഈ കാലഘട്ടത്തിലുണ്ട്. വലിയ രീതിയിലുള്ള പർച്ചേസ് നടത്താനുള്ള കൊട്ടാരങ്ങളൊന്നും സുൽത്താൻമാരൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ആ മാർക്കറ്റെല്ലാം ഇല്ലാതെയാകുന്നു. But with the gradual extension of the British rule and the decline in royal power all over India, craftsmen gradually pulled down the shutters of their carkhanas. അപ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും മറ്റ് ചെറിയ ജന്മിമാരും ഇവർക്കൊന്നും ഈ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തന്നെ നശിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കരകൗശല സാധനങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക്, ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാകുന്ന ആളുകൾക്ക് എവിടെയും കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ ആ ഒരു എൻറ്റയർ ഇൻഡസ്ട്രി, വില്ലേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സോ കോൾഡ് കോട്ടേജ് ഇൻഡസ്ട്രി തകർന്നു പോകുന്നു. അടുത്ത റീസൺ എന്ന് പറയുന്നത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എൻ ഏലിയൻ റൂൾ. ഒരു വിദേശ ശക്തിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദേ ആർ നോട്ട് നാച്ചുറലി ദേ കുഡ് നോട്ട് ബി ലവിങ് ഓർ ട്രൈങ് ടു ഡെവലപ്പ് ഇന്ത്യ. The industry wished a new source of demand from the European officials and tourists, but the European officials favored imported manufacturers. അപ്പോൾ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യ ഒരു മാർക്കറ്റാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. They never wanted to develop Indian industries. A certain amount of European demand for these handicrafts existed, which slackened the rapidity of decline to some smaller degree. Then the small European demand sabotaged the artistic quality of Indian handicrafts. അപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് പിന്നെ കാര്യമായിട്ട് ആളുകളൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് പതുക്കെ പതുക്കെ അതിൻ്റെ ക്വാളിറ്റിയും പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. The establishment of British rule was also indirectly responsible for the loss of power of the guilds. അതുപോലെ തന്നെ ഈ കലാകാരന്മാരുടെയും മറ്റ് ആർട്ടിസാൻസിൻ്റെയും ഒക്കെ കൂട്ടായ്മകളുണ്ടായിരുന്നു. ഗിൽഡ്, ശ്രേണി എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്നത്, അതൊക്കെ പതുക്കെ പതുക്കെ ഇല്ലാതെയാവുന്നു. അപ്പോൾ അവരുടെ ഒരു ക്ലൗട്ട് ഇല്ലാതെയാവുന്നു, പവർ ഇല്ലാതെയാവുന്നു. അതും ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വരുന്നു, അത് വാങ്ങാൻ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങാൻ ആളില്ല. സോ ദിസ് ലെഡ് ടു ദ അഡൾട്രേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഫേക്ക് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റി ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഒറിജിനൽ സാധനങ്ങൾ ഇല്ലാതെയാവുന്നു. അപ്പോൾ ഒരു വർക്ക്മാൻഷിപ്പ് നഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റിനും മറ്റാളുകൾക്കും അവരിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുന്നു. And naturally they assiduously copied these forms, and the consequence of this blind imitation was disastrous to indigenous arts. അപ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്യുകയും
മറ്റ് പ്രോഡക്ട്സ് കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയും ഫേക്ക് പ്രോഡക്ട്സ് കൊണ്ടുവരികയൊക്കെ ചെയ്തു, കോസ്റ്റ് കുറയ്ക്കാനും വില കുറയ്ക്കാനും ഒക്കെ. പക്ഷെ അത് വലിയ ദോഷമാണ് പിന്നീട് ഉണ്ടാക്കിയത്. Another reason, the competition from machine made goods. നമുക്കറിയാം ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത് മെഷീൻ മെയ്ഡ് ഗുഡ്സ് ആണ്, ഫാക്ടറികളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ഇവിടുത്തെ കൈത്തറികളിലും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരുപാട് സമയവും അധ്വാനവും ഒക്കെ എടുത്ത് ഉണ്ടാക്കിയിരുന്ന പ്രോഡക്ട്സിന് കഴിയില്ല. ഒരു പരിധിക്ക് താഴെ വില കുറച്ച് കൊടുക്കാൻ ഇന്ത്യൻ ആർട്ടിസാൻസിന് സാധിക്കില്ല. സോ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽ ഗുഡ്സ് ഓഫ് ബ്രിട്ടൻ did the greatest damage to this Indian industry since 1750. The invention of power loom in Europe completed the decline of this important industry. അപ്പോൾ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് മുഴുവൻ ഈ പവർ ലൂം അവിടെ കണ്ടുപിടിച്ചതിന് ശേഷം ഇന്ത്യയിലെ മൊത്തം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. Then the industry that had experienced the onslaught of deindustrialization most was the cotton textile industry. ഏറ്റവും ശക്തമായി തകർക്കപ്പെട്ട, വലിയ രീതിയിൽ ദയനീയമായി തകർക്കപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കോട്ടൺ ഇൻഡസ്ട്രിയാണ്. ദെൻ 1800-ലൊക്കെ ഇന്ത്യസ് കോട്ടൺ ഇൻഡസ്ട്രി വാസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. Consequent upon industrial revolution in cotton textile industry, there had been massive growth of British imports in India. ഇന്ത്യയിലേക്ക് ധാരാളം ബ്രിട്ടീഷ് കോട്ടൺ വസ്ത്രങ്ങളും തുണികളും വരുന്നു. സോ ഒരു കോമ്പറ്റീഷൻ വരുന്നു, ഇന്ത്യൻ വ്യൂവേഴ്സിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇറ്റ് ക്രിയേറ്റഡ് large scale unemployment as well as unbelievable drop in wages among the spinners and weavers. Other affected industries were textiles പോലെ തന്നെ jute handloom, weaving of Bengal, woolen manufacturers of Kashmir, silk manufacture of Bengal, hand paper industry, glass industry, lac, bankles, ഇങ്ങനെ ധാരാളം ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ തകർന്നു പോകുന്നു. ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. മറ്റൊന്ന് ടാരിഫ് പോളിസിയാണ്. ഈ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതിക്കൊക്കെ മുകളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്ന ഒരു ടാക്സ്, ഒരു ലെവി, ചുങ്കം, അതാണ് ടാരിഫ്. The tariff policy pursued by the British government as the leading cause towards the decay of industries. This tariff policy came to be known as one-way free trade. നേരത്തെ പറഞ്ഞാണ് ഒരു one-way free trade ആയിരുന്നു, which preached that what was good for England was considered to be good for India. To put her manufacturing industries on a sound footing at home, England pursued the policy of protection through the imposition of import duties. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ വലിയ ഇറക്കുമതി ചുങ്കമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഇറക്കുമതി ചുങ്കമുണ്ട്. പക്ഷേ അതേസമയം ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുങ്കമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വൺ വേ ഫ്രീ ട്രേഡാണെന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് ഇത് ഫ്രീ ട്രേഡാണ്, പക്ഷേ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ ഫ്രീ ട്രേഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗുഡ്സിന് ആൾക്കാരില്ലാതെയാവുകയും ഒരുപാട് ബ്രിട്ടീഷ് ഗുഡ്സ് ഇന്ത്യയിൽ വന്ന് ഡംപ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ബട്ട് ഫോർ ഇന്ത്യ ഷി പ്രീച്ച് ദ ഗോസ്പൽ ഓഫ് ഫ്രീ ട്രേഡ്. അപ്പോൾ ഫ്രീ ട്രേഡ് ഇന്ത്യയിലേക്കില്ല, ബ്രിട്ടന് മാത്രമേ ഉള്ളൂ. ബ്രിട്ടന് മാത്രമേ അതിനുള്ള ഗുണമുള്ളൂ. അപ്പോൾ ഈ ഒരു ടാരിഫ് പോളിസിയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നത്. Module 2, Colonial Agrarian Settlements. So in this module we will discuss various land revenue systems introduced by the British. So before, what was the system of land revenue before that existed before the British rule? Tax from the land was a major source of revenue for the kings and emperors from ancient times, but the ownership pattern of the land had witnessed changes over centuries. During kingship, land was divided into jagirs. Jagirs were allotted to jagirdars. These jagirdars split the land they got and allocated to subordinate zamindars. അപ്പോൾ ഈ കിങ്ഷിപ്പിൻ്റെ സമയത്ത് മുൻപ്, ഫോർ എക്സാമ്പിൾ ഡ്യൂറിങ് ദ മിഡീവൽ പീരിയഡ്, ഭൂമി ഇങ്ങനെ ജാഗിറുകളായിട്ട് തരംതിരിച്ചിരുന്നു. ആ ജാഗിറുകൾ ഓരോ ജാഗിർദാർമാരുടെ കീഴിലായിരിക്കും.
അവരത് വീണ്ടും സബ്ഡിവൈഡ് ചെയ്ത് മറ്റ് താഴെയുള്ള ജമീന്ദാസിന് കൊടുക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടാവും. And zamindars made peasants cultivate the land, in return collected part of their revenue as tax. അപ്പോൾ അവസാന ഏറ്റവും താഴെത്തട്ടിലാണ് കർഷകനുള്ളത്. കർഷകനാണ് ഈ ജോലി ചെയ്ത് കർഷകൻ്റെ പ്രൊഡ്യൂസാണ് മുകളിലേക്ക് ഓരോ ശതമാനം കണക്കിൽ ടാക്സ് ആയിട്ട് പോകുന്നത്. അതാണ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റം. The land revenue systems in British India, 3 major systems of land revenue collection existed in India. There were one zamindari, then rayatwari and mahalwari. Zamindari system. Zamindari system was introduced by Cornwallis in 1793 through Permanent Settlement Act. It was introduced in provinces of Bengal, Bihar, Orissa and Varanasi. ഈ 4 സ്ഥലങ്ങളിലാണ്, ഈ 4 provincesലാണ് zamindari system introduce ചെയ്തത്. It's also known as a permanent settlement system. And in this system, zamindars were recognized as the owners of the land. Zamindars were recognized as the owners of the land, and the zamindars were given the rights to collect the rent from the peasants. The realized amount would be divided into 11 parts. 1/11 of the share belongs to the zamindars and 10/11 of the share belongs to the East India Company. അപ്പോൾ ജമീന്ദാസ് ആണ് പെസൻസിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അത് 11 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അതിൽ 1/11 പിരിച്ചെടുത്ത ജമീന്ദാർക്കും ബാക്കി 10/11 കമ്പനിക്കുമാണ് ജമീന്ദാരി സിസ്റ്റത്തിലുണ്ടായിരുന്ന ഒരു രീതി. Then we have Rayatwari system. Rayatwari system was introduced by Thomas Munro in 1820. Major areas of introduction include Madras, Bombay, parts of Assam, Coorg provinces of British India. ഇത്തരം സ്ഥലങ്ങളിലാണ് Rayatwari system കൊണ്ടുവന്നത്. In Rayatwari system, the ownership rights were handed over to the peasants. British government collected taxes directly from the peasants. അപ്പോൾ Rayatwariയിൽ നേരത്തെ നമ്മൾ ജമീന്ദാരിൽ കണ്ടു, ജമീന്ദാർസ് വഴിയാണ് കളക്ട് ചെയ്തിരുന്നത്, ഇന്റർമീഡിയറ്റ്സ് വഴിയാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ Rayatwari എന്ന് വരുമ്പോൾ the Britishers were actually directly collecting the tax from the Rayat എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ. The revenue rates of Rayatwari system were 50% where the lands were dry and 60% in irrigated land. The third system was Mahalwari system, and this system was introduced in 1833 during the period of William Bentinck and was introduced in Central Province, Northwestern Frontier, Agra, Punjab, Gangetic Valley, etc. of the British India. The Mahalwari system had many provisions of both the Zamindari system and Rayatwari system. ഈ Rayatwari സിസ്റ്റത്തിൻ്റെയും മഹൽവാരി അതുപോലെ തന്നെ ജമീന്ദാരി സിസ്റ്റത്തിൻ്റെയും ഒരു മിക്സ് എന്ന രീതിയിൽ നമുക്ക് മഹൽവാരി സിസ്റ്റത്തെ കാണാവുന്നതാണ്. In this system, the land was divided into mahals. Each mahal comprises one or more villages. വില്ലേജുകളുടെ ഒരു ഗ്രൂപ്പ്, ഗ്രാമങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് മഹൽ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ മഹൽ സിസ്റ്റംസ് ആയിട്ട്, മഹൽ യൂണിറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Ownership rights were vested with the peasants also, just like the Rayatwari system. The village committees was held responsible for the collection of taxes. അപ്പോൾ ഇവിടെ വില്ലേജ് കമ്മിറ്റീസ് ആണ്, ഒരു പ്രത്യേക എണ്ണം വില്ലേജസിന് ഒരു മഹലാക്കുന്നു. അവിടുത്തെ ആളുകളുടെ ഒരു കമ്മിറ്റിയാണ്. They were held responsible for the collection of taxes. That was the Mahalwari system for you. Then module 3, transformation of infrastructure. The economic mechanism of colonial exploitation operated at 3 levels. 3 ഭാഗങ്ങളായിട്ടാണ്, 3 തലങ്ങളിലാണ് കൊളോണിയൽ ചൂഷണത്തിൻ്റെ എക്കോണമിക് മെക്കാനിസം, സാമ്പത്തിക രീതി പ്രവർത്തിച്ചിരുന്നത്. അത് 3 വിധമാണ്. Direct appropriation of social surplus through revenue appropriation. The crude rules of plunder and tribute and employment of our boys. അപ്പോൾ നേരിട്ട് ഈ റവന്യൂ അപ്രോപ്രിയേഷൻ, നമ്മൾ നേരത്തെ കണ്ട റായത്വാരി, അതുപോലെ തന്നെ ജമീന്ദാരി, മഹൽവാരി പോലുള്ള സിസ്റ്റത്തിലൂടെ നേരിട്ട് റവന്യൂ അപ്രോപ്രിയേറ്റ് ചെയ്യുക, റവന്യൂ കളക്ട് ചെയ്യുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. The more disguised indirect and complex mechanism of free trade and unequal exchange. നമ്മൾ നേരത്തെ പറഞ്ഞ വൺ വേ ഫ്രീ ട്രേഡ് ആയിരുന്നു മറ്റൊരു കാര്യം. അതുവഴി കൂടുതൽ ചൂഷണം നടത്തി ഇന്ത്യ ഗുഡ്സിനെ പുറത്തു കൊണ്ടുപോയി വിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതേസമയം ബ്രിട്ടീഷ് ഗുഡ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് നിറയുന്നൊരവസ്ഥ.
And the third one, the newly emerging form of investment of foreign capital in modern plantations, means of transport, mines, industries, banking and public debt. മൂന്നാമത്തേത് ഒരുപാട് ബ്രിട്ടീഷ് ക്യാപിറ്റൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു. റെയിൽവേയിൽ, അതുപോലെ തന്നെ പ്ലാന്റേഷൻ, ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രികളിലൊക്കെ ബ്രിട്ടീഷുകാർ ധാരാളം പണം കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അവിടെ നിന്ന് അവർ ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇങ്ങനെ 3 തലങ്ങളിൽ ആണ് ഇന്ത്യയുടെ ഒരു കൊളോണിയൽ സാമ്പത്തിക ചൂഷണം ബ്രിട്ടീഷുകാർ നടത്തിയത്. ദെൻ ബാങ്കിങ്. ഈ സമയത്ത് എസ്പെഷ്യലി കൊളോണിയൽ ടൈമിൽ എങ്ങനെയായിരുന്നു ബാങ്കിങ് ഇന്ത്യയിൽ നടത്തിയെന്ന് നോക്കാം. The roots of the modern banking system can be traced back to the establishment of Bank of Calcutta in 1786. 1786 Calcutta Bank of Calcutta established ചെയ്യുന്നത്. Later on, the British set up presidency banks at Bengal, then Bombay and Madras. The Bank of Calcutta set up on 2nd June 1806. The Bank of Bombay was set up on 15 April 1840, and the Bank of Madras was established 1st July 1843. 1840, 1806, അതുപോലെ തന്നെ 1843. These three മൂന്ന് പ്രസിഡൻസി ബാങ്ക്സ് ഉണ്ടല്ലോ, ബംഗാളിലും കൽക്കട്ടയിലും ദെൻ ബോംബെയിലും ഉള്ളത്. Calcutta, Madras and Bombay. These three presidency banks were merged in 1921 and a new bank was formed which was named as the Imperial Bank of India. Later on in 1955, the Imperial Bank of India was nationalized by the government and was renamed as the State Bank of India. അപ്പോൾ Imperial Bank of India എന്ന് പറഞ്ഞാൽ 1921 ഈ നേരത്തെ ഉണ്ടായിരുന്ന 3 ബാങ്കുകളെയും പ്രസിഡൻസി ബാങ്ക്സിനെയും ലയിപ്പിക്കുന്നു. 1955 സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറുന്നു. Allahabad Bank, established in 1855, was the first Indian-owned bank. The Punjab National Bank was set up in 1895. The Bank of India was established in Mumbai in 1906. Then between 1906 and 1930, many commercial banks including India Bank, Central Bank of India, Bank of Mysore, Canara Bank and the Bank of Baroda was set up under the Indian ownership. അതൊക്കെ ഇന്ത്യൻ ഓണർഷിപ്പിൽ ഏതാണ്ട് 20ാം നൂറ്റാണ്ട് തുടക്കത്തിലുണ്ടായ ബാങ്ക്സ് ആണ്. Then the RBI, Reserve Bank of India, was established in 1935 on the recommendations of the Hilton Young Commission, the Royal Commission on Indian Currency and Finance set up by the British government. അപ്പോൾ അങ്ങനെ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ്, റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റ് അപ്പ്. The RBI started functioning as the central bank of the country. It is the statutory body established through the RBI Act of 1934. And during this phase, the development of banking system in India was very slow and it experienced periodic failures. The banking system neglected the rural and agriculture sector and was mostly concentrated in urban areas. സ്വാഭാവികമായിട്ടും അർബൻ ഏരിയാസിലായിരുന്നു അന്നത്തെ ബാങ്കിങ് സെക്ടർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. Then what happened to science and technology? By the middle of the 19th century, English capitalism in India had reached its high watermark. ഏതാണ്ട് 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയാകുമ്പോഴേക്കും ഇംഗ്ലീഷ് ക്യാപിറ്റലിസം, മുതലാളിത്തം ഏറ്റവും ശക്തമായിട്ട് ഇന്ത്യയിൽ പ്രകടമായി. The British government gave financial aid to the English companies to install large-scale industries in India. നമുക്കറിയാം ഈ railways, telegraph and telephone facilities enabled the British to exploit the Indian manpower. അപ്പം ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെക്സ്റ്റൈൽസ്, അതുപോലെ തന്നെ മറ്റു മില്ലുകൾ, ഇതിനകത്തൊക്കെയാണ് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരുന്നത്. ആൻഡ് ദേ ഇൻ ടേൺ ഹെൽപ് ദം ടു കൺസോളിഡേറ്റ് പവർ ഓൺ ഇന്ത്യ. The British established universities in India and Indians felt the impact of Western science and technology for the first time. The Indian Institute of Science was established in 1909 in Bangalore. Dr. C.V. Raman became the director of the institute in 1933. Then the Asiatic Society of Bengal, established in 1784. Then അത്രയാണ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് പഠിക്കാനുള്ളത്. Then we have module 4, economic development during the interwar period. Interwar periodൽ അതായത് ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിലുള്ള കാലഘട്ടം. അങ്ങനെ ആ സമയത്ത് എന്തായിരുന്നു ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം. നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം.
The Great Depression and its impact. 1930ലാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ലോകത്തെ മുഴുവൻ ബാധിക്കുന്നത്. The impact of Great Depression in India was felt especially in the agriculture sector. So the impact of Great Depression in India was felt especially in the agriculture sector. പ്രധാനമായിട്ട് അഗ്രികൾച്ചർ സെക്ടറിലാണ് നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ 1930 വലിയ രീതിയിലുള്ള ബാങ്കിങ് ക്രൈസിസും മറ്റൊക്കെ ആയിട്ട് വരുന്നു. ദെൻ സോ അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നു. ബ്രിട്ടനെയും അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ബാധിക്കുന്നു. അതുപോലെ തന്നെ അത് ഇന്ത്യയെയും ബാധിക്കുന്നുണ്ട്. As international prices crashed, prices in India also plunged. അതുപോലെ തന്നെ പ്രൈസസ് വളരെയധികം ലോ ആയിപ്പോയി. അതുപോലെ തന്നെ ഇന്ത്യയിൽ സംഭവിച്ചു. The fall in agriculture price led to the reduction of farmers' income and agriculture export. Wheat prices in India fell by 50%. 50% വില താഴ്ന്നുപോയി. Peasants and farmers suffered more than urban dwellers. The colonial government refused to reduce revenue demands. അതേസമയം തന്നെ കർഷകരിൽ നിന്ന് വാങ്ങിക്കാനുള്ള ടാക്സ് യാതൊരു തരത്തിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് കുറച്ചു കൊടുത്തില്ല. The government did not decrease their tax, and so many farmers and landlords became more indebted to money lenders and corrupt officials. അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കടം വാങ്ങേണ്ട ഒരു അവസ്ഥ കർഷകർക്ക് വീണ്ടും ഉണ്ടാകുന്നു. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ഇൻകം ഇല്ലാതെയാകുന്നു, പ്രൈസ് വളരെയധികം ഡ്രോപ്പ് ആവുന്നു. അപ്പോൾ ഒരു പെർപെച്വൽ ഇൻഡെറ്റ്നെസ്സിലേക്ക് കർഷകർ വീണ്ടും എടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. They used up their savings and sold jewelry and precious metals. The Great Depression helped the urban people, especially the fixed. The Great Depression of the late 1920s and 1930s remains the longest and most severe downturn in modern industry. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ 1920s അവസാനം 30s ആയിട്ട് 10 വർഷത്തോളം, lasting almost 10 years, from late 1929 until about 1939, and affecting nearly every country in the world. It was marked by steep declines in industrial production and prices. ഒരുപാട് ഡിഫ്ലേഷൻ ഉണ്ടാകുന്നു, പ്രൈസസ് താഴോട്ട് പോകുന്നു, കൂപ്പുകുത്തുന്നു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂപ്പുകുത്തുന്നു, മാസ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു, ബാങ്കിങ് ക്രൈസിസ് ഉണ്ടാകുന്നു, ഷാർപ്പ് ഇൻക്രീസസ് ഇൻ റേറ്റ്സ് ഓഫ് പോവർട്ടി ആൻഡ് ഹോംലെസ്നെസ്. ഇതെല്ലാം ചേർന്നതായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ എൻ്റെ പ്രത്യാഘാതങ്ങൾ. അത് ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ സെക്ടറിനെയാണ് ബാധിച്ചത്. So the Bengal famine of 1943. The Bengal province of British India witnessed famine in 1943 during the time of World War II. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബംഗാളിൽ അതിഭീകരമായിട്ടുള്ള ക്ഷാമം ഉണ്ടാകുന്നു. Many people died of starvation, malaria and other diseases due to the malnutrition, population displacement, unsanitary conditions and lack of adequate health care. As the consequences of several families disintegrated, small farms sold their property and left home to join the British Army. Women and children became homeless. അപ്പോൾ ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഭക്ഷണം കിട്ടാതെ ബംഗാളിലെ ജനങ്ങൾ they died in lakhs actually. That happened in 1943. That's the Bengal famine of 1943. And what are the factors that led to the Bengal famine? The Japanese campaign for Burma witnessed a march of more than half of 1 million Indians from Burma for India. But about 5 lakhs refugees reached India, and in later months they were affected with serious epidemics like smallpox, malaria, cholera. അപ്പോൾ ഇങ്ങനെ dysentery. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുന്ന ഏതാണ്ട് 5 ലക്ഷത്തോളം അഭയാർത്ഥികൾ. ഈ അഭയാർത്ഥികൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളും എപ്പിഡമിക്സ് എല്ലാം ഉണ്ടാകുന്നു, പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു. The demand for food was increased. The movement of food grains for trading was stuck, and the failure of the government policies enhanced the problem of the food crisis. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മുറവിളി കൂടുകയാണ് ചെയ്യുന്നത്, ഡിമാൻഡ് കൂടുന്നു, പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് കാര്യമായിട്ട് എടുക്കുന്നില്ല.
In the early 1943, an abrupt upward turn was noticed in inflation rate for food grains. 1943 തുടക്കത്തിൽ ഈ ഭക്ഷണ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടാകുന്നു. Urgent need for housing for workers and soldiers since 1942 was responsible for worsening the problem. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, the denial policies played a significant role in political ramifications. The small traders who relied on boat transport to carry goods to the market were offered no financial help. No compensation was provided for the maintenance of the confiscated boats. അപ്പോൾ ഇങ്ങനെ ഈ ഫാമിൻ സ്ഥലത്തേക്ക് ട്രേഡേഴ്സിന് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള, ധാന്യങ്ങൾ എത്തിക്കാനും വേണ്ടി അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രൊവിഷനോ മറ്റൊന്നും ഗവൺമെൻറ് ചെയ്തിരുന്നില്ല. ഗവൺമെൻറ് വാസ് ഇൻ എ ഡിനയൽ മോഡ്. ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന രീതിയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് ആ സമയത്ത് പ്രവർത്തിച്ചിരുന്നത്. അവരുടെ എൻറ്റയർ കോൺസെൻട്രേഷൻ യുദ്ധത്തിലാണ്. സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. So during the mid-1942, several Indian provinces and princely states started imposing inter-provincial trade barriers that restricted the trade of rice. Provinces like Punjab banned wheat export. Food insecurity got increased and demand for rice was increased, that further created shortage. ഏതാണ്ട് ഈ സമയമാകുമ്പോഴേക്കും പല പ്രോവിൻസസും ഇന്റർ പ്രൊവിൻഷ്യൽ ട്രേഡ് നിരോധിക്കുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബ് ഗോതമ്പിൻ്റെ കയറ്റുമതി നിരോധിക്കുന്നു. അപ്പോൾ ഇത് ബംഗാളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. ബംഗാളിൽ ആവശ്യത്തിനുള്ള വീറ്റ് എത്താത്തൊരവസ്ഥ, റൈസിൻ്റെ കുറവ്, ഇതൊക്കെ ക്ഷാമത്തിലേക്ക് നയിക്കുന്നു. In July 1942, in line with the increase of food prices, the possibilities of famine became apparent. The Bengal Chamber of Commerce formulated a scheme to provide goods and services to the workers of industries with high priority, but the rural laborers, civilians were excluded from having the facilities of food access, health care, etc. ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാകുന്നില്ല. Then we have the Bombay Plan. The Bombay Plan was a set of proposal of a small group of influential business leaders in Bombay for the development of the post-independence economy of India. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. A small group of influential കുറച്ച് ബിസിനസ് ലീഡേഴ്സ്. So the plan was published in two parts or volumes, first in 1944 and the second in 1945. So what are the objectives of Bombay Plan? The prime objectives of the plan were to achieve a balanced economy and to raise the standard of living of the masses of the population rapidly by doubling the present per capita income within a period of 15 years from the time the plan goes into operation. അപ്പോൾ പ്ലാൻ നിലവിൽ വന്നു കഴിഞ്ഞ് 15 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം ഇരട്ടിയാക്കുക, per capita income to double it ആക്കുക എന്നുള്ളതാണ്. പൊതുവെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then this plan envisages that the economy could not grow without government intervention and regulation. ഗവൺമെന്റിന്റെ ഇടപെടലില്ലാതെ ഒരിക്കലും സമ്പദ് വ്യവസ്ഥയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. In other words, the future government protects indigenous industries against foreign competition in local markets. അപ്പോൾ ഇത്രയും കാലം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനും ബ്രിട്ടീഷ് വ്യവസായത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. പക്ഷേ ഇന്ത്യക്കാരുടെ കയ്യിൽ അധികാരം എത്തുമ്പോൾ കൂടുതൽ ഫേവർ ഇന്ത്യൻ ഇൻഡസ്ട്രികളോട് കാണിക്കണം. അപ്പോൾ ഈ ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബിസിനസ് പേഴ്സൺസ് ആണ് മിസ്റ്റർ ജെ.ആർ.ഡി. ടാറ്റ, മിസ്റ്റർ ജി.ഡി. ബിർള, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, then കസ്തൂർബായ് ലാൽബായ്, then Sir Sriram, Ardeshir Dalal, Mr. A.D. Shroff, and Dr. John Mathai. Module 5, Independence and years immediately following. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതും അതിനുശേഷമുള്ള ചില ഇയേഴ്സിലും എന്താണ് സംഭവിച്ചത് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. Mixed economy. So India opted for a mixed economy. So what is a mixed economy? Mixed economy is neither pure capitalism nor pure socialism, but a mixture of the two.
In this system, we find the characteristics both of the capitalism and socialism. അപ്പോൾ ഇന്ത്യ ഒരു മിക്സ്ഡ് ഇക്കോണമിയാണ്, സമ്പദ് വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഫോളോ ചെയ്തത്. അപ്പോൾ അതിനകത്ത് വി ഹാവ് ബോത്ത് ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് socialist aspects. In one type, the means of production are owned by the private entrepreneurs, but the government directly controls and regulates the working of the economy. അപ്പോൾ ഈ മിക്സ്ഡ് ഇക്കോണമി തന്നെ രണ്ട് തരത്തിലുണ്ട്. We have two types of mixed economy. In one type, the means of production are owned by private entrepreneurs, but the government directly controls and regulates the working of the economy through its monetary and fiscal policies. അപ്പോൾ ഒരു തരത്തിലുള്ള മിക്സ്ഡ് ഇക്കോണമി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത പ്രൈവറ്റ് സംരംഭകർ തന്നെയാണ്, സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെയാണ് ധാരാളം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് അതിനെല്ലാം നേരിട്ട് കൺട്രോൾ ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഉപയോഗിച്ച്, സാമ്പത്തിക നയം അതുപോലെ തന്നെ മോണിറ്ററി പോളിസി ഇതെല്ലാം ഉപയോഗിച്ച് ഗവൺമെൻറ് ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിനെല്ലാം നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള മിക്സ്ഡ് ഇക്കോണമി ഉണ്ട്. Another type of mixed economy is one in which the government does not merely control and regulate the private enterprise system by means of direct controls and appropriate fiscal and monetary policies, but it also plays vital role in actual production of communities. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടാമത്തെ ടൈപ്പിൽ ഗവൺമെൻറ് കൺട്രോൾ വളരെ ശക്തമാണ്. ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, ഇറ്റ് ആക്ച്വലി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഗവൺമെൻറ് ഇടപെടുന്നു. സോ ഗവൺമെൻറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് മച്ച് മോർ heavier and stronger and stricter in the second type. So what are the features of mixed economy? നമുക്കറിയാവുന്നതാണ്. First one is coexistence of public and private sectors. We have both the public and private sectors. Role of price system and government directives. ഇപ്പോൾ പ്രൈസ് സിസ്റ്റം ഒരു മാർക്കറ്റ് എക്കോണമി അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് സിസ്റ്റം ഉണ്ടാകും. അതേസമയം തന്നെ ഗവൺമെൻറ് ചില ഇടപെടലുകൾ ഉണ്ടാകും. ഗവൺമെൻറ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ. ഗവൺമെൻറ് ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, അതേസമയം പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. ഗിവൺ സം provided they are controlled or regulated by appropriate rules and regulations. Then we have consumer sovereignty protected. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം മിക്സ്ഡ് എക്കോണമിയിൽ ഉണ്ടാകും. ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ ഓഫ് ലേബർ, അതുപോലെ തന്നെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമങ്ങളും മറ്റു ചട്ടങ്ങളും ഗവൺമെൻറ് കൊണ്ടുവരുന്നു, നടപ്പിലാക്കുന്നു. റിഡക്ഷൻ ഓഫ് എക്കോണമിക് ഇൻഇക്വാലിറ്റീസ്, സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെയാക്കാനുള്ള ശ്രമം ഗവൺമെൻറ് ആക്റ്റീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. ആൻഡ് കൺട്രോൾ ഓഫ് മോണോപ്പൊളി, ഒരു കുത്തക കമ്പനി ഉണ്ടാകുന്ന ഒരവസ്ഥയെ ഇല്ലാതെയാക്കാനും ഈ മിക്സ്ഡ് ഇക്കോണമി ശ്രമിക്കും. Okay, now we have balance of payments. What is the meaning of balance of payments? Balance of payments statement is essentially a double entry system of record of all economic transactions between the residents of a country and the rest of the world carried out in a specific period of time. The balance of payment statement is divided into two major accounts. Current account, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ട് അക്കൗണ്ടുകളായിട്ടാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെക്കോർഡ് ഓഫ് ഓൾ എക്കോണമിക് ട്രാൻസാക്ഷൻ. ഒരു രാജ്യവും ആ രാജ്യം പുറത്തുള്ള മറ്റു രാജ്യങ്ങളുമായി, ഇൻ്റർനാഷണൽ ബോഡീസുമായിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട് അന്തർദേശീയ തലത്തിൽ ഒരു രാജ്യം നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ആകെ തുക, എത്ര കയറ്റുമതി നടത്തി, എത്ര ഇറക്കുമതി ചെയ്തു, അപ്പോൾ കയറ്റുമതി ചെയ്ത് എത്ര പണം ഉണ്ടായി, എത്ര പണം നമ്മൾ ഇറക്കുമതിക്ക് വേണ്ടി ചിലവഴിച്ചു, അപ്പോൾ അതിൻ്റെ വരവ് ചിലവ് കണക്കുകളുടെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് അക്കൗണ്ടുകളിലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒന്ന് കറണ്ട് അക്കൗണ്ടും മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും. ഇപ്പോൾ എന്താണ് കറണ്ട് അക്കൗണ്ട് എന്ന് നോക്കാം. The transactions relating to goods, services and income constituting the current account on the balance of payments are functionally classified into two broad categories, mercantile and invisible. അപ്പോൾ കറണ്ട് അക്കൗണ്ടിനെ തന്നെ വീണ്ടും മെർക്കൻഡൈസ് എന്നും ഇൻവിസിബിളും ഒന്ന്
പറഞ്ഞ് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ഇറ്റ്സ് എ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. കറണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിനകത്ത് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻകം, ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് കറണ്ട് അക്കൗണ്ടിലുള്ളത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിന് തന്നെ മെർക്കൻറ്റൈസ് ആയിട്ടും അതുപോലെ തന്നെ ഇൻവിസിബിളും ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെർക്കൻറ്റൈസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചരക്ക് ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടത്തുന്നുണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻഷുറൻസ് പോളിസീസ്, നമ്മുടെ പ്രോഡക്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ്, ഒരു സാധനം അമേരിക്കയിലേക്ക് കയറ്റി വയ്ക്കുകയോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരികയോ ചെയ്യുന്ന സമയത്ത് അത് ഇൻഷുറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ആവശ്യമുള്ള കോസ്റ്റ്, പിന്നെ അതിൻ്റെ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ, കപ്പൽ വഴിയോ വിമാനം വഴിയോ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതെല്ലാം മാറ്റിവെച്ച് ബാക്കിയുള്ളതിനെയാണ് നമ്മൾ മെർക്കൻറ്റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെർക്കൻറ്റൈസ് ആണ്. ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് മെർക്കൻറ്റൈസ് ആണ്. അതിന് വേണ്ടി വരുന്ന ചിലവിനെ നമ്മൾ ഇൻവിസിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവിസിബിളും അതുപോലെ തന്നെ മെർക്കൻറ്റൈസും ചേർന്നാണ് കറണ്ട് അക്കൗണ്ട്. ഈ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ വി ഹാവ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പൊതുവെ പ്രൈവറ്റ് ക്യാപിറ്റൽ, ബാങ്കിങ് ക്യാപിറ്റൽ, ഒഫീഷ്യൽ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ പ്രൈവറ്റ് മേഖലയിലും ബാങ്കിങ്ങിലും മറ്റുമൊക്കെ ഉള്ള നിക്ഷേപം, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഈ രണ്ടും ചേർന്നാണ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് 1956 ഇൻഡസ്ട്രിയൽ പോളിസി. 1956 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയൽ പോളിസിയുടെ പ്രത്യേകതകൾ നോക്കാം. So first one, categories of industries. Large scale industries have been divided into 3 categories. 3 categories ആയിട്ട് ലാർജ് സ്കെയിൽ, വലിയ വ്യവസായ മേഖലയെ 3 categories ആയിട്ട് തരംതിരിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ആ 3 categories ഒന്ന് പബ്ലിക് സെക്ടർ, then we have the public കം പ്രൈവറ്റ് സെക്ടർ, then private sector. ഇങ്ങനെ 3 മേഖലകളാണ്. So under Schedule A17, Schedule A17 industries were included in the public sector. These industries were arms and ammunition, atomic energy, iron and steel, heavy machinery, mineral oil, coal etc. അങ്ങനെ 17 ഇൻഡസ്ട്രീസിനെ പബ്ലിക് ഇൻഡസ്ട്രീസ് ആയിട്ട് പബ്ലിക് സെക്ടറിൽ കൊണ്ടുവന്നു. Then another classification was the public and private sector. Under Schedule B, 12 industries were included in this category. Industries will be owned by private sector, can also establish industries like aluminium, machine tools, drugs, chemical fertilizer, road and sea transport, mines and minerals were included in this category. And the third one was the private sector. Under Schedule C, all remaining industries not covered in A and B schedule were included. These industries will be established by the private sector. അപ്പോൾ അങ്ങനെ 3 തരത്തിൽ പബ്ലിക് and private, then private. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു പുതിയ കാറ്റഗറി കൊണ്ടുവരുന്നു. ഗവൺമെന്റ് വിൽ മേക്ക് എഫേർട്സ് ടു പ്രൊമോട്ട് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദോസ് ഇൻഡസ്ട്രീസ് വിൽ മേക്ക് യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ് ആൻഡ് ദേ വിൽ ജനറേറ്റ് എംപ്ലോയ്മെന്റ്. ദെൻ കൺസെഷൻ ടു പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ പൊതുമേഖലയ്ക്ക് ചില ആനുകൂല്യങ്ങൾ കൊണ്ടുവന്നു. ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് ഫെസിലിറ്റി ഓഫ് പവർ, transport and finance to public sector units. However, government will not adopt indifferent attitude towards the private sector. Private sector എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. At the same time, government will give enough security and assistance to the public sector undertakings or public sector industries. Then next point is balance regional development. Industrially backward regions will be given priority in establishing industries. More incentives will be given to industries which will be established in regions. അതുപോലെ വ്യാവസായികമായി പിന്നാക്കം നിൽക്കുന്ന മേഖലകളിൽ കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകും. Then training to managers. മാനേജേഴ്സിന് ഒരുപാട് പുതിയ ട്രെയിനിങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. Private and public sector managers will be given technical and managerial training so that they can perform well.
and management courses will be started in universities for these persons. അപ്പോൾ management courses കൊണ്ടുവരും. Then better facilities for labor, തൊഴിലാളികൾക്ക് വേണ്ടി കൂടുതൽ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കൊണ്ടുവരുന്നു. Under these policies, better policies for labor will be provided. Workers will be given fair remuneration, better working conditions and opportunities to participate in management. ഇതൊക്കെ കൊണ്ടുവരുന്നു. Next point is management in public units. Okay, policy laid emphasis on proper management of public units. Public units can be a good source of revenue if effectively managed. പബ്ലിക് സെക്ടറിൽ നല്ല രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പോളിസീസ് കൊണ്ടുവരാനും നിർദ്ദേശിച്ചു. ദെൻ റിഗാർഡിംഗ് ഫോറിൻ ക്യാപിറ്റൽ, foreign capital can play important role in industrial development. Many concessions were offered to make use of foreign capital. വിദേശ നിക്ഷേപം ഇത്തരം വ്യവസായങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു. സോ ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. സോ വെൻ ഇന്ത്യ ബിക്കേം ഇൻഡിപെൻഡൻറ്റ് ഇറ്റ് ഹാഡ് എ സ്റ്റേർലിംഗ് ബാലൻസ് ഓഫ് 1,733 crore. This was a result of a sizable surplus on balance of trade with the UK. During the immediate post-independence period, import bill increased substantially while exports remained stagnant. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അത്യാവശ്യത്തിന് ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പൗണ്ടായിട്ട് സ്റ്റേർലിംഗ് ആയിട്ടും. പക്ഷേ അതിനുശേഷം വലിയ ദാരിദ്ര്യത്തിലേക്ക് ഇന്ത്യ കടന്നു പോകുന്നു. ഒരുപാട് ഫുഡ് ബില്ല് നമ്മുടെ കൂടി വരുന്നു, ഒരുപാട് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ കയറ്റുമതി കാര്യമായിട്ടില്ല ആദ്യത്തെ വർഷങ്ങളിൽ, പക്ഷേ ഇറക്കുമതി വളരെ കൂടുതൽ. അപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് എടുത്താണ് നമ്മൾ പുറത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കത് ഇല്ലാതെയാകുന്നു. അപ്പോൾ അത് വലിയൊരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിസ്റ്റം, ഒരു നെഗറ്റീവ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് വരുന്നു. അത് നമ്മളെ വലിയൊരു ക്രൈസിസിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. Bimal Jalan, he was the former governor of RBI. He divides the period after 1956-57 into 3 sub-periods depending on the nature of the balance of payments problems, the overall macroeconomic environment and the external situation. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 3 ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഈ ഫ്ലക്ച്വേഷൻസ് വെച്ച് നോക്കിയിട്ട് 3 ഘട്ടങ്ങളായി തരംതിരിക്കുന്നു. അതൊന്ന് 56-57 to 75-76 period 1, 76-77 to 79-80 period 2, 1980-81 to 92-93 period 3. ഇതിൽ ഈ 3 കാലഘട്ടങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ the periods 1 and 2 were characterized by persistent balance of payments problem. ഫസ്റ്റും സെക്കൻഡും, അപ്പോൾ അതിൽ ഫസ്റ്റും തേർഡും പീരിയഡിൽ പ്രത്യേകിച്ച് നമ്മുടെ 92-93 കാലഘട്ടത്തിൽ വളരെ സിവിയർ ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇഷ്യൂയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ലിബറലൈസേഷൻ പോളിസീസ് കൊണ്ടുവരുന്നത്. കൂടുതൽ ലിബറലൈസ് ആക്കുന്നു, നമ്മുടെ ഇക്കോണമി നമ്മൾ കൂടുതൽ ഓപ്പൺ ചെയ്യുന്നു. വി സ്റ്റാർട്ടഡ് ടു ഇൻറ്റഗ്രേറ്റ് അവർ ഇക്കോണമി വിത്ത് എ ഗ്ലോബലൈസ്ഡ് ഇക്കോണമി. ആൻഡ് ദ പീരിയഡ് 2 saw a substantial improvement in the balance of payments and the foreign exchange reserve position. അപ്പോൾ തുടക്കത്തിൽ വളരെ വേഴ്സ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു. പിന്നെ പീരിയഡ് 2 ആകുമ്പോൾ കുറച്ച് രക്ഷപ്പെടുന്നു. പിന്നെ വീണ്ടും പീരിയഡ് 3 ആകുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് നെഗറ്റീവായി വലിയ ഒരു ക്രൈസിസിലേക്ക് നമ്മൾ എത്തും. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഒഴിവാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫോറിൻ അസിസ്റ്റൻസ്. ഒരുപാട് ഫോറിൻ അസിസ്റ്റൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക, വിദേശ ധനസഹായം. പ്രൈവറ്റ് റെമിറ്റൻസ് ഫ്രം അബ്രോഡ്, അതുപോലെ തന്നെ റെമിറ്റൻസ്, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരും മറ്റുമൊക്കെ വരുന്ന ധാരാളം പണം. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള രാജ്യമാണ് ഇപ്പോൾ. അപ്പോൾ അത് കൂട്ടിക്കൊണ്ടുവരിക, അത് നല്ലൊരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കാരണമാകും. ദെൻ ഒരു പോസിറ്റീവ് BOP. ദെൻ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ആൻഡ് NRI ഡിപ്പോസിറ്റ്സ്, ഇന്ത്യക്ക് പ്രവാസികളുടെ നിക്ഷേപം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്, ഇന്ത്യക്ക് പുറത്തു നിന്ന് നമുക്ക് കടമെടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം ധാരാളമായി സ്വീകരിക്കാം, അതും നല്ലൊരു പോളിസിയാണ്. ട്രേഡ് പോളിസി കംപ്രൈസിങ് എക്സ്പോർട്ട് പോളിസി ആൻഡ് ഇമ്പോർട്ട് പോളിസി.
അതുപോലെ തന്നെ ശക്തമായൊരു കയറ്റുമതി ഇറക്കുമതി നയം രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇഷ്യൂസ് ക്രൈസിസ് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു ഏരിയ ട്രേഡ് സ്ട്രാറ്റജീസ് ആണ്. ട്രേഡ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഈ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് വിദേശ വാണിജ്യവുമായി ബന്ധപ്പെട്ട് വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള ചില സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പാണ്. ഒന്ന് ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയും ഒന്ന് ഇൻവേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി. ഒന്ന് പുറത്തേക്ക് ഉള്ളൊരു വീക്ഷണത്തിലൂടെയുള്ള ഒരു സ്ട്രാറ്റജി, ഒന്ന് അകത്തേക്കുള്ളൊരു വീക്ഷണം, രാജ്യത്തിനകത്തുള്ളൊരു വീക്ഷണം. സോ എന്താണ് ഈ ഔട്ട്വേർഡ് ഓറിയൻറ്റഡും ഇൻവേർഡ് ഓറിയൻറ്റഡും നോക്കാം. An outward oriented strategy is one in which trade and industrial policies do not discriminate between production for the domestic goods and foreign goods. ഇപ്പോൾ ഡൊമസ്റ്റിക് ഗുഡ്സും അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സിൻ്റെയും ഉൽപ്പാദനം, അതിന് വേണ്ട സഹായം, അതിനെ സ്ട്രാറ്റജൈസ് ചെയ്യുക, ഈ കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസമില്ലാത്ത, തരംതിരിവില്ലാത്ത പോളിസിയാണ് നമ്മൾ ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അതേസമയം ഇൻവേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി ആണെങ്കിൽ ഇസ് വൺ ഇൻ വിച്ച് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസെൻറ്റീവ്സ് ആർ ബയസ്ഡ് ഇൻ ഫേവർ ഓഫ് പ്രൊഡക്ഷൻ ഫോർ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഓവർ ദി എക്സ്പോർട്ട് മാർക്കറ്റ്. അപ്പോൾ കയറ്റുമതി മാർക്കറ്റിനേക്കാൾ കൂടുതൽ ആഭ്യന്തര മാർക്കറ്റിന് വേണ്ടി ഉൽപ്പാദനം നടത്തുകയും അതിനുവേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഗവൺമെൻറ് അതിനുവേണ്ടി അതിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പോളിസി നയം കൊണ്ടുവരികയാണെങ്കിൽ നമ്മളതിനെ ഇൻവേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി എന്നാണ് വിളിക്കുക. സോ വി ഹാവ് outward oriented strategy and inward oriented strategy. While outward oriented strategy is often designated as the export promotion strategy, inward oriented strategy is designated as the import substitution strategy. അപ്പോൾ ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജിയെ നമ്മൾ എപ്പോഴും ഈ കയറ്റുമതിയെ സഹായിക്കുന്ന സ്ട്രാറ്റജി എന്നാണ് വിളിക്കുന്നത്. അതേസമയം ഇറക്കുമതിയെ ഒഴിവാക്കി കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദനം നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സ്ട്രാറ്റജിയാണ് ഇൻവേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി. ഇനി വൈ ഈസ് ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ മോർ സക്സസ്ഫുൾ ദാൻ ഇൻവേർഡ് ഓറിയൻറ്റേഷൻ? എന്തുകൊണ്ടാണ് ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ സ്ട്രാറ്റജി കൂടുതൽ സക്സസ്ഫുൾ ആകുന്നത്? ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി പ്രൊമോട്ട്സ് ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ്, ഇൻ്റർനാഷണൽ അരീനയിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പനികളൊക്കെ. സോ അത് വളരെ ഒപ്റ്റിമം യൂസ്, എഫിഷ്യൻ്റായിട്ട് നമ്മുടെ റിസോഴ്സസ് ഉപയോഗിക്കാൻ കമ്പനികളെ അത് പ്രേരിപ്പിക്കും. ഇൻഡസ്ട്രീസ് അണ്ടർ ഔട്ട്വേർഡ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി ഫേസ് ഗ്രേറ്റർ കോമ്പറ്റീഷൻ ആൻഡ് therefore they try to utilize the resources in best possible way. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. Then firms try to keep up with modern technology and bring managerial skills to the international standards. അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കമ്പനികൾ മാറാൻ ശ്രമിക്കും, മോഡേൺ ടെക്നോളജീസ് എല്ലാം കൊണ്ടുവരും. സോ അതുകൊണ്ടാണ് ഔട്ട്വേർഡ് ഓറിയൻറ്റേഷൻ എപ്പോഴും സക്സസ്ഫുൾ ആവുന്നത്. താങ്ക് യു.